Hello. Hello. Hello friends. ഇത് റീ റെക്കോർഡിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ സെഷൻസിൽ റെക്കോർഡ് ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം നമുക്കൊന്ന് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് ഞാൻ റീ റെക്കോർഡ് ചെയ്ത് എടുക്കുകയാണ്. സോ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ വേദിക്കേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ലൈഡ്സ് നോട്ട്സ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ആ നോട്ട്സ് സ്ലൈഡ്സ് ഒക്കെ വെച്ചിട്ട് കേൾക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വേദിക്കേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ സെഷൻസിലും പ്രധാനമായിട്ടും ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. വേദിക്കേജിൻ്റെ എർലി വേദിക്കും ലേറ്റർ വേദിക്കും കമ്പാരിറ്റീവ് ആയിട്ടാണല്ലോ നമ്മുടെ ഡിസ്കഷൻ ഇതുവരെ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് വേദിക് ലിറ്ററേച്ചറിനെ കുറിച്ചും ദെൻ ആര്യൻ സൊസൈറ്റിയുടെ ഫീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ആൻഡ് ഋഗ്വേദിക്കിൽ നിന്നും ലേറ്റർ വേദിക്കിലേക്ക് വരുമ്പം എർലി വേദിക്കിൽ നിന്നും ലേറ്റർ വേദിക്കിലേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചേഞ്ചസ് ഇൻ ടേംസ് ഓഫ് ദ പോളിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള സൊസൈറ്റി എങ്ങനെയാണ് എർലി വേദിക്കിലും ലേറ്റർ വേദിക്കിലും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. സോ എർലി വേദിക് സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ദ നേച്ചർ ഓഫ് ദ സൊസൈറ്റി വാസ് ദ ട്രൈബൽ സൊസൈറ്റി ആയിരുന്നു എന്നുള്ളതാണ്. ട്രൈബൽ എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും ഈഗാലിറ്റേറിയൻ സൊസൈറ്റി എന്നൊന്നും വിചാരിക്കരുത്. കാരണം ട്രൈബൽ സൊസൈറ്റി ആണെങ്കിൽ പോലും ഇറ്റ്സ് ലൈക്ക് എ സെമി നൊമാഡിക് ലൈഫ് ആയിരുന്നു അവർ നയിച്ചിരുന്നത് എന്നതാണ്. സോ നേച്ചർ ഓഫ് ദ സൊസൈറ്റി, ഇഫ് യു ടോക്ക് അബൌട്ട് ദ നേച്ചർ ഓഫ് ദ സൊസൈറ്റി, ഇറ്റ്സ് ലൈക്ക് എ ട്രൈബൽ സൊസൈറ്റി ആൻഡ് ദ പീപ്പിൾ ലിവ്ഡ് ഇൻ എ സെമി നൊമാഡിക്കൽ ലൈഫ്. ആൻഡ് വാട്ട് അബൌട്ട് ദി ബേസിസ് ഓഫ് ദി സൊസൈറ്റി? ട്രൈബൽ സൊസൈറ്റി ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ അന്നും ഇന്നും ട്രൈബൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദി ബ്ലഡ് ഓർ ദി ബ്രദർഹുഡ്, ബ്ലഡ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സൊസൈറ്റി, അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലഡ് റിലേഷൻ അത്രയധികം സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ആസ് വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ്, ദ കുല ഓർ ദി ഫാമിലി വാസ് ദി ബേസിക് സോഷ്യൽ യൂണിറ്റ്. ആൻഡ് സൊസൈറ്റിയുടെ ഒരു എന്ത് ടൈപ്പ് ഓഫ് ദ സൊസൈറ്റി ആയിരുന്നു ചോദിക്കുകയാണെങ്കിൽ കൈൻഡ് ഓഫ് ദ ജോയിന്റ് ഫാമിലീസ് വിത്ത് എ പാട്രിലീനിയൽ സിസ്റ്റം. പാട്രിലീനിയൽ എന്ന് പറഞ്ഞാൽ അച്ഛനിൽ നിന്നും മകനിലേക്ക്, മകളിൽ നിന്നും മൂത്ത മകളിലേക്ക് ഇങ്ങനെ പോകുന്ന ആ സിസ്റ്റത്തിനാണ് നമ്മൾ സിമ്പിളായിട്ട് പാട്രിലീനിയൽ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അത്തരത്തിലൊരു പാട്രിലീനിയൽ സിസ്റ്റമാണ് നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്? ഋഗ്വേദിക് സൊസൈറ്റിയുടെ ഒരു ബേസിക് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫൈൻ. So the society is divided into two parts. If you look into the Rigvedic text, you can see that the society was classified in two types. The one is the Aryan, the other one is the non-Aryan. അപ്പോൾ ആര്യൻ എന്നും നോൺ ആര്യൻ എന്നും, ഈ നോൺ ആര്യനെ ദാസ്യു എന്നുള്ള പേരിലൊക്കെയാണ് നമുക്ക് ഋഗ്വേദിക് ടെക്സ്റ്റുകളിൽ കാണാൻ സാധിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇനി ഇവിടെ ഉള്ളൊരു ക്വസ്റ്റ്യൻ, എന്ത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിവിഷൻ നടന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഡിവിഷൻ നമ്മൾ എടുത്തു നോക്കുകയാണ്, പ്രധാനമായിട്ടും രണ്ട് രൂപത്തിലുള്ള ഡിവിഷൻ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നാമത്തെ ഡിവിഷൻ ബേസ്ഡ് ഓൺ ദ വെൽത്ത് ആൻഡ് ദി സ്റ്റാറ്റസ്. വെൽത്തും സ്റ്റാറ്റസും നോക്കിയിട്ടാണ് ഒരു കാറ്റഗറൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ ആര്യന്മാർ അല്ലെങ്കിൽ ആര്യ എന്നുള്ള ടേം സൊസൈറ്റിയിൽ കൂടുതൽ വെൽത്ത് കിട്ടിയിട്ടുള്ള, കൂടുതൽ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള പൊസിഷനുള്ള ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ദാസ്യാസ് ഓർ ദ ദാസ്യൂസ്? They are the agricultural communities for the various religious beliefs. അതായത് ആര്യൻസ് ഫോളോ ചെയ്യാത്ത ഒരുപാട് കസ്റ്റംസും റിലീജിയസ് പ്രാക്ടീസും ഒക്കെ ഫോളോ ചെയ്തിരുന്ന ഒരു സബോർഡിനേറ്റഡ് സ്റ്റാറ്റസ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമുക്ക് വേദിക് ടെക്സ്റ്റുകളിൽ പൊതുവെ കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു ഡിവിഷനാണ്. അപ്പോൾ ഒന്ന് ബേസ്ഡ് ഓൺ ദ വെൽത്ത് ആൻഡ് ദ സ്റ്റാറ്റസ്, ആര്യൻസ് ആൻഡ് ദ ദാസ്യാസ് എന്നുള്ളൊരു ടേംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുപോലെ മറ്റൊരു രൂപത്തിൽ നമുക്ക് ഡിവിഷൻ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാമെങ്കിൽ നമ്മൾ സോഷ്യൽ ഓർഗനൈസേഷൻസിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കേണ്ടി വരും. സോ ദ സോഷ്യൽ ഓർഗനൈസേഷൻ എങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം.
So as we have discussed in our previous classes, the family is the basic unit, or the kula is the basic unit. Eldest member ഗൃഹപതിയാണ്, അതിന്റെ മുകളിലാണ് വില്ലേജ് വരുന്നത്, ഗ്രാമിണി വരുന്നു, then district വിസപതി വരുന്നു, അതിന്റെ മുകളിൽ ജന രാജ്യം വരുന്നു. So the ജന was the largest social unit. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതാണ്, പൊളിറ്റിയും സൊസൈറ്റിയും തമ്മിലൊരു ഇന്റർ കണക്ഷൻ നമുക്ക് വേദിക് ഏജിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം സോഷ്യൽ യൂണിറ്റ് തന്നെയാണ് പൊളിറ്റിക്കൽ യൂണിറ്റ് ആയിട്ട് വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദെൻ എന്ത് ചേഞ്ച് ആണ് നമുക്ക് നോക്കാം സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ദ വർണ്ണ സിസ്റ്റം. അപ്പോൾ വർണ്ണ സിസ്റ്റം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമുക്ക് വേദിക് ഏജിലും കാണാൻ സാധിക്കുന്നുണ്ട്. ആര്യവർണ്ണ, ദാസവർണ്ണ എന്നുള്ള രീതിയിൽ, ആര്യൻ ആൻഡ് നോൺ ആര്യവർണ്ണ എന്നുള്ള രീതിയിൽ രണ്ട് വർണ്ണയെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വർണ്ണ സിസ്റ്റം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക ഫോർഫോൾഡ് വർണ്ണ സിസ്റ്റത്തെ കുറിച്ചാണ്. 4 വർണ്ണങ്ങളോടുള്ള ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുള്ളത്. അപ്പൊ അത്തരത്തിലുള്ളൊരു സെഗ്രിഗേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഡിവിഷൻ എവിടെ നടന്നിട്ടില്ല, വേദിക് സൊസൈറ്റിയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ്. അന്ന് ഉണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ബേസ്ഡ് ഓൺ ഓക്യുപ്പേഷൻ ആയിരുന്നു ഡിവിഷൻ ഓഫ് സൊസൈറ്റിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്. നോട്ട് ബൈ ദ ബർത്ത്, നോട്ട് ബൈ ദി കാസ്റ്റോ അല്ലെങ്കിൽ ബർത്തോ ആയിരുന്നില്ല സോഷ്യൽ ഡിവിഷന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് നമുക്ക് അവർ ഈഗാലിറ്റേറിയൻ സൊസൈറ്റി എന്ന് പറയാൻ പറ്റില്ല. കാരണം അവിടെ സെഗ്രിഗേഷൻ ഉണ്ടായിരുന്നു. നോട്ട് ഓൾ ആർ ഈക്വൽ. അപ്പോൾ അതാണ് ഏർലി വേദിക്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ബേസിക് ആയിട്ട് മനസ്സിലേക്ക് വരേണ്ട കാര്യം എന്നുള്ളത്. ഓക്കെ, ദെൻ നേരത്തെ ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് തിരിച്ചു വരികയാണ്. ഒന്ന് നമ്മൾ പറഞ്ഞിരുന്നു, ആര്യ ദാസ എന്നുള്ളത് ബേസ്ഡ് ഓൺ ദ വെൽത്ത് ആൻഡ് ദി പൊസിഷൻ ഓർ ദി സ്റ്റാറ്റസ്. ഇവിടെ നോക്കൂ നിങ്ങൾ, കളർ എന്നുള്ള അർത്ഥത്തിൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, വർണ്ണം ബേസ് ചെയ്തുകൊണ്ടും ആര്യദാസ എന്നുള്ളത്. ഇവിടെ ദാസ എന്നുള്ളത് നമുക്ക് ഇവിടെ ഈ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ അവിടെ അവ്രത, അഗ്രധു എന്നൊക്കെ രൂപത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേംസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്താണ് അവ്രത, അക്രതു എന്നൊക്കെ പറഞ്ഞാൽ? അവ്രത എന്ന് പറഞ്ഞാൽ ഹു ഡു നോട്ട് ഒബേ ദ ഓർഡിനൻസ് ഓഫ് ദി ഗോഡ്സ്, ദൈവത്തിന്റെ ആജ്ഞകളും ദൈവം പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാത്ത ആൾക്കാർ എന്നുള്ള രീതിയിൽ അവ്രത എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അക്രതു എന്ന് പറഞ്ഞാൽ ദോസ് ഹു ഡു നോട്ട് പെർഫോം സാക്രിഫൈസുകളൊന്നും പെർഫോം ചെയ്യാത്ത അല്ലെങ്കിൽ സാക്രിഫൈസുകളൊന്നും കൃത്യമായിട്ട് ഫോളോ ചെയ്യാത്ത ആൾക്കാർ എന്നുള്ള രീതിയിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ അവ്രത, അക്രതു എന്നുള്ള രൂപത്തിലൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നുണ്ട്? ഇങ്ങനെ ക്ലാസിഫിക്കേഷൻ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്നുള്ളത് ബേസിക് ആയിട്ട് സംസാരിക്കുമ്പോൾ. ഫൈൻ. അപ്പോൾ അന്നത്തെ ഒരു ഡിവിഷനെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ there were 3 type of അല്ലെങ്കിൽ 3 segment in the society. The one was the priest, second one the warriors, the third one the commoners. നോക്കൂ നിങ്ങൾ, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഒരിക്കലും എന്തല്ല, നോട്ട് ബേസ്ഡ് ഓൺ ദി കാസ്റ്റ്, നോട്ട് ബേസ്ഡ് ഓൺ ദി ബർത്ത്. പ്രീസ്റ്റും വാരിയറും കമോണേഴ്സും ഒക്കെ വരുന്നത് എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദി ഓക്യുപ്പേഷൻ, എന്താണ് അവർ ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. Then the same man, the same priest has done the duties that the common man doing. For example, ഒരു കൃഷിക്കാരനായിട്ടുള്ള പ്രീസ്റ്റ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു കച്ചവടക്കാരനായിട്ടുള്ള പ്രീസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ ഋഗ്വേദ കാലഘട്ടം, ഏർലി വേദിക് കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. ഇനി ലേറ്റർ വേദിക്കിലേക്ക് എത്തുന്ന സമയത്ത് എന്തൊക്കെ മാറ്റമാണ് വരുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. കാരണം വേദിക് സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ജെൻഡർ പെർസ്പെക്റ്റീവ് കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യേണ്ടി വരും. കാരണം ഒരു സൊസൈറ്റിയുടെ പൂർണ്ണത ലഭിക്കുന്നത് ആ സൊസൈറ്റി എങ്ങനെയാണ് വുമൻസിനെ ട്രീറ്റ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ വുമൻസിനോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു ഏർലി വേദിക് ഏജിലെ അല്ല ഋഗ്വേദിക് ഏജിലെ വുമൺ സ്റ്റാറ്റസ് എന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫായിട്ട് പരിശോധിക്കാം. So generally speaking, we can say that the monogamy was generally practiced. Monogamy ആണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. Then polygamy was also prevalent among the royal and noble families. എന്താണ് പോളിഗമി എന്നുള്ളത്? മോണോഗമിയും പോളിഗമിയും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. മോണോഗമി എന്ന് പറഞ്ഞാൽ പുരുഷന് ഒരു ഭാര്യ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഏകഭാര്യത്വം. പോളിഗമി എന്നൊരു ബഹുഭാര്യത്വം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നു.
ഒരു സമയത്ത് ഒന്നിലധികം ഭാര്യമാരുണ്ടാവുന്നത്. ഓക്കെ, ജനറലി മോണോഗമി ആയിരുന്നു ഉണ്ടായിരുന്നത്, ബട്ട് സ്റ്റിൽ പോളിഗമി ഓൾസോ വാസ് പ്രിവലന്റ്, എസ്പെഷ്യലി എമംഗ് ദി റോയൽ ആൻഡ് ദി നോബിൾ ഫാമിലീസ്. നമുക്ക് പോളിയാൻഡ്രി നമുക്ക് എക്സാമ്പിൾ കാണാൻ പറ്റുന്നുണ്ട്. പോളിയാൻഡ്രി എന്ന് പറഞ്ഞാൽ പോളിഗമിയുടെ നേരെ ഓപ്പോസിറ്റ്, ഒരു സ്ത്രീക്ക് ഒന്നിലധികം പുരുഷന്മാർ ഭർത്താവായിട്ടുണ്ടാകുന്ന അവസ്ഥ, അതാണ് പോളിയാൻഡ്രി എന്നുള്ളത്. ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആസ്പെക്ട്, ദ വുമൺ ക്യാൻ മാരി വെരി ലേറ്റ് ആൻഡ് ഓൾസോ റൈറ്റ് ടു ചൂസ് ദ പാർട്ട്ണർ വെരി ലേറ്റ്, ഇൻ ദ സെൻസ് ദർ ഇസ് നോ സൈൻ ഓഫ് ചൈൽഡ് മാരേജ്. ചൈൽഡ് മാരേജിനെ കുറിച്ചുള്ള റെഫറൻസുകളൊന്നും തന്നെ നമുക്ക് ഏർലി വേദിക് ഏജിൽ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അറ്റ് ദ സെയിം ടൈം they have the right to choose the partner. പാർട്ട്ണറെ ചൂസ് ചെയ്യാനുള്ള അവകാശവും അധികാരവും അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊക്കെയാണ് വുമൻസിനോടുള്ള പൊതുവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് the wife or the woman who took care the household as well as participated in the all major ceremonies. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് പൊളിറ്റിക്കൽ ഡിസ്കഷനിൽ, അന്നത്തെ സഭാ സമിതി വിധാത എന്നുള്ള 3 പൊളിറ്റിക്കൽ അസംബ്ലികൾ ഉണ്ടായിരുന്നല്ലോ, അതിൽ 2 അസംബ്ലികളിൽ വുമൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ദ പോയിന്റ് എന്തെന്ന് വെച്ചാൽ, വുമൺ ഒരിക്കലും എന്തായിരുന്നില്ല, വെറും ഒരു ഹൗസ് ഹോൾഡ് മാനേജർ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് കീപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു ഡ്യൂട്ടി മാത്രമായിരുന്നില്ല, അല്ലെങ്കിൽ ദേ ആർ നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ഇൻ ടു ദി ഹൗസ് ഹോൾഡ്സ്, ആൻഡ് ദേ വേർ എൻഗേജ്ഡ് ഇൻ ദി ഓൾ അതർ spaces which has been available in that particular point of time. അപ്പോൾ ആ ഒരു കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, and we don't have any instance of the child marriage, sadi or the parda or whatever it is. അപ്പോൾ ചൈൽഡ് മാരേജിനെ കുറിച്ച്, സതിയെ കുറിച്ച് അല്ലെങ്കിൽ പർദ സിസ്റ്റത്തെ കുറിച്ചൊന്നൊക്കെയുള്ള റെഫറൻസുകളൊന്നും തന്നെ നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നില്ല, ഋഗ്വേദിക് ഏജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പർദ എന്ന് കേൾക്കുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. പർദ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്ച്വലി മുഖം മറക്കുക അല്ലെങ്കിൽ ശരീരം മറക്കുക എന്നുള്ളത്, അല്ലാതെ നമ്മൾ ഡ്രസ്സ് എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവിടെ സാന്ദർഭികമായിട്ട് പറയേണ്ട മറ്റൊരു കോൺസെപ്റ്റ് ആണ് നിയോഗ സിസ്റ്റം എന്നുള്ളത്. നിയോഗ എന്ന് പറഞ്ഞാൽ ആൻഷ്യന്റ് ഇന്ത്യയിൽ പ്രത്യേകിച്ച് പിന്നെ ഒരു കുറേ കാലഘട്ടം വരെ, ഇതൊന്ന് എർലി മീഡിയൽ ടൈം വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു കോൺസെപ്റ്റാണ് നിയോഗ മാരേജ് എന്നുള്ളത്. അതായത് ഒരു കപ്പിൾസിന് മക്കളില്ലെങ്കിൽ, പ്രത്യേകിച്ച് പിന്നെ ഒരു ഭാര്യ പ്രസവിക്കുന്നില്ലെങ്കിൽ, പുരുഷന് മറ്റൊരു എന്താ പറയുക, ഇണയെ സ്വീകരിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. മറ്റൊരാളിൽ നിന്നും എന്ത് ചെയ്യാം, കുട്ടിയെ സ്വീകരിക്കാം എന്നുള്ളതാണ് നിയോഗ എന്നത്. അത് തിരിച്ചും പറ്റും. ഒരു പുരുഷന് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഷീ ക്യാൻ ടേക്ക് ദ ബർത്ത് ഫ്രം എനി അതർ സ്പോസസ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നിയോഗ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് നമുക്ക് ഋഗ്വേദത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ വാട്ട് അബൌട്ട് ദ ലേറ്റർ വേദിക് പീരീഡ്സ്? ലേറ്റർ വേദിക്കിലേക്ക് എത്തുന്ന സമയത്ത് എന്ത് ചേഞ്ചാണ് സൊസൈറ്റിയിൽ വന്ന് നമുക്ക് നോക്കാം. ലേറ്റർ വേദിക്കിലേക്ക് വരുന്ന സമയത്ത് ആ സൊസൈറ്റിയെ തന്നെ വർണ്ണ ആശ്രമ ധർമ്മ സൊസൈറ്റി എന്നാണ് വിളിക്കുന്നത്. സോ ആ ഒരു പേരിൽ തന്നെയുണ്ട് അതിന് സൂചനകൾ. വർണ്ണം ബേസ് ചെയ്തുകൊണ്ടുള്ള ആശ്രമ സിസ്റ്റത്തെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്ന ധർമ്മ പ്രിൻസിപ്പിൾസിനെ ഫോളോ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു റിജിഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ടാണ് നമുക്ക് ലേറ്റർ വേദിക്കിലെ സൊസൈറ്റിയെ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളതാണ്. So you can see there are changes in the social organization, even though the family remained as a basic unit, but still you can see that there are lots of changes started. ആ ചേഞ്ചിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൈമോജിനീച്ചർ എന്ന്. എന്താ പ്രൈമോജിനീച്ചർ എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ബോൺ ചൈൽഡ് ഇൻഹെറിറ്റൻസ്. അത് ഫസ്റ്റ് ബോൺ ചൈൽഡ് ഇൻഹെറിറ്റൻസ്, എസ്പെഷ്യലി ദ ഫസ്റ്റ് ബോൺ ചൈൽഡ് ഇൻ ദ സെൻസ് ഇവിടെ കൂടുതലായിട്ട് എന്താ പറയുക, പുരുഷന്മാർക്ക് തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അത് പിന്നെ ഫീമെയിൽ അല്ലെങ്കിൽ ഗേൾസിനെ അത്ര വെൽക്കം ചെയ്തിരുന്നില്ല. നമുക്ക് വഴിയെ പോകുമ്പോൾ മനസ്സിലാകും. ഇനി പ്രിമോജിനീച്ചർ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ദെൻ ദ വർഷിപ്പ് ഓഫ് മെയിൽ ആൻസെസ്റ്റേഴ്സ്. മെയിൽ ആൻസെസ്റ്റേഴ്സിനെ വർഷിപ്പ് ചെയ്യുന്നൊരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ അതായത് പതുക്കെ ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് ലേറ്റർ വേദിക്കിൽ മാറുന്നു എന്നുള്ളതിന്റെ സൂചനകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ആൻഡ് യു ക്യാൻ സീ ദർ ഇസ് എ റെസിപ്രോസിറ്റി ബിറ്റ്വീൻ ദ ഹയർ വർണാസ് ആൻഡ് ദി ലോവർ വർണാസ്, എസ്പെഷ്യലി എമംഗ് ദി ബ്രാഹ്മിൻസ് ആൻഡ് ദി ക്ഷത്രിയാസ്. ബ്രാഹ്മിൻസും ക്ഷത്രിയാസും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അവിടെ പതുക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. വി വിൽ സപ്പോർട്ട് യു ഫോർ ദി വാട്ട് യു ക്യാൻ സേ പൊസിഷൻ ഇൻ ദി സൊസൈറ്റി ആൻഡ് വി വിൽ ഗീവ് ദ ലെജിറ്റിമസി ടു യു. അപ്പോൾ ഒരു
ആ ഒരു കൊടുക്കൽ വാങ്ങലുകൾ. ആൻഡ് ദ വൈശ്യാസ് ആൻഡ് ദ ശൂദ്രാസ് were enclosed by Brahmins and Kshatriya. അപ്പോൾ വൈശ്യ ശൂദ്രാസ് അവരുടെ സ്റ്റാറ്റസ് വീണ്ടും ലോ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിലേക്കാണ് സൊസൈറ്റി വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ദ വർണ്ണ സിസ്റ്റം ബിക്കെയിം മോർ കോംപ്ലക്സ്. കാരണം അവിടെ കൃത്യമായിട്ടൊരു കാസ്റ്റ് എക്സോഗമി എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ വരികയാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ബ്രാഹ്മൺ വർണ്ണയിൽപ്പെട്ട ഒരാള് അദ്ദേഹം ഒരു ബ്രാഹ്മൺ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ. അതാണല്ലോ നമ്മൾ എക്സോഗമി എൻഡോഗമി എന്നൊക്കെ നമുക്ക് ഇന്ത്യൻ സൊസൈറ്റി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിസ്റ്റത്തിലേക്ക് എന്താവുകയാണ്, പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ എ റിജിഡ് സോഷ്യൽ ഹൈറാർക്കി സ്ലോലി ബിൽറ്റ് ഇൻ ലേറ്റർ വേദിക് സിസ്റ്റം. സോ അവിടെ സൊസൈറ്റിയെ കുറിച്ച് പറയുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദ സൊസൈറ്റി വർ ഡിവൈഡഡ് ഇൻ ടു 4 വർണ്ണാസ്, 4 വർണ്ണാസ് ആയിട്ട് അവിടെ ഡിവിഷൻ ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ബേസ്ഡ് ഓൺ ദി ഒക്യുപ്പേഷൻ ബട്ട് ബേസ്ഡ് ഓൺ ദി ബർത്ത്. അതെങ്ങനെയാണ് നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, the Brahmin, Kshatriya, Vaishya, Shudra. So who will be the Brahmins? So the Brahmins have certain duties to study and teach Veda, perform sacrifice, receive gift. While the Kshatriya is the fight battle, protect people, perform sacrifice. And the Vaishyas, they should be the traders, and they can also engage in the grazing, and they also perform sacrifice. See, നോക്കൂ നിങ്ങൾ ഇവിടെ 3 ടീംസും സാക്രിഫൈസുകൾ പെർഫോം ചെയ്യാനുള്ള അവകാശം ബ്രാഹ്മിൺസിനും ക്ഷത്രിയാസിനും വൈശ്യാസിനും കൊടുത്തപ്പോൾ ശൂദ്രാസിന്റെ നോക്കൂ നിങ്ങൾ, വാട്ട് വാസ് ദെയർ സ്റ്റാറ്റസ്? ദേ ജസ്റ്റ് ക്ലബ്ഡ് ഇൻ ടു സെർവ് ദ 3 ഗ്രൂപ്പ്. ഈ 3 ആൾക്കാരെയും സെർവ് ചെയ്യുക എന്നുള്ളതാണ് ഇവർക്കുണ്ടായിരുന്ന ആകെയുള്ള ഒരു ഡ്യൂട്ടി എന്നുള്ളത്. വേറൊരു പണികൾ കൊടുത്തിരുന്നില്ല എന്നുള്ളതാണ്. ഐ മീൻ ദ ബ്രാഹ്മിൻസ്, ഐ മീൻ ദ സിസ്റ്റം ഡസ് നോട്ട് പെർമിറ്റ് ദം ടു ഡു എനി അതർ ആക്ടിവിറ്റീസ്. ഓക്കെ, so they don't have any sacrifices or any ritual ആയിട്ടുള്ള കാര്യങ്ങൾ. And interesting ആയിട്ടുള്ള കാര്യം, the woman also included in even the Brahmin, Kshatriya, Vaishya, woman also treated as a Shudra status. അതായത് ഒരു ബ്രാഹ്മണായിട്ടുള്ള സ്ത്രീ ആവട്ടെ, ക്ഷത്രിയ ആയിട്ടുള്ള സ്ത്രീ ആവട്ടെ, വൈശ്യ ആയിട്ടുള്ള സ്ത്രീ ആവട്ടെ, അവരുടെ സ്റ്റാറ്റസ് ഒരു ശൂദ്ര വുമൺസിന്റെ സ്റ്റാറ്റസ്, ശൂദ്രൻ എന്നുള്ള ആ ഒരു കാറ്റഗറിയുടെ സ്റ്റാറ്റസ് ആയിരുന്നു കൊടുത്തിരുന്നത് എന്നുള്ളത്. നോക്കൂ നിങ്ങൾ എത്രത്തോളം ആന്റി ഫീമെയിൽ സെൻട്രിക് ആയിട്ടാണ്. കാരണം ഇപ്പൊ നമ്മൾ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ വുമൺ റൈറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും. ഓക്കെ, അപ്പോൾ എത്രത്തോളം ആന്റി ഫീമെയിൽ ആയിരുന്നു അല്ലെങ്കിൽ ആന്റി വുമൺ ആയിരുന്നു ലേറ്റർ വേദിക് സൊസൈറ്റി എന്ന് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിവേ, മുന്നോട്ട് പോകുന്ന സമയത്ത് കൂടുതൽ ബോധ്യപ്പെടും എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നത് എന്നുള്ളത്. And you can see that how this varna were decided. The varna is decided based on the birth. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അത് തന്നെ നോക്കൂ നിങ്ങൾ, അവിടെ തന്നെ ഒരു വ്യത്യാസം കാണാൻ പറ്റും എത്രത്തോളം കോംപ്ലക്സും റിജിഡും ആയിരുന്നു ആ സൊസൈറ്റി എന്ന് മനസ്സിലാക്കാൻ. ഫോർ എക്സാമ്പിൾ, if father and mother the Brahmin, the son should be the Brahmin. If the father is Brahmin and mother is not Brahmin, it can be clubbed as the lower Brahmin. അതാണ് ഒരു പിന്നെ ബ്രാഹ്മിൻസിൽ തന്നെ കാറ്റഗറൈസേഷൻ കൊണ്ടുവരികയാണ്. ക്ലാസ് എ ബ്രാഹ്മിൻ എന്നും ക്ലാസ് ബി ബ്രാഹ്മിൻ എന്നുള്ള രീതിയിലുള്ള ഒരു കാറ്റഗറൈസേഷൻ വരികയാണ്. ഇനി മദർ ബ്രാഹ്മിൺ ആവുന്നു, ഫാദർ നോൺ ബ്രാഹ്മിൺ ആണെങ്കിൽ ദ ചൈൽഡ് വോണ്ട് ബി ബ്രാഹ്മിൺ. നോക്കൂ നിങ്ങൾ എത്രത്തോളം അവർ സ്ട്രിക്റ്റ് ആയിട്ടാണ് ഈ സിസ്റ്റത്തെ ബർത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതാണ്. And you can see that there are some people treated as the untouchables. ചില ആൾക്കാർ ആ സൊസൈറ്റി അൺടച്ചബിലിറ്റി എന്നുള്ള കൺസെപ്റ്റ് ഒന്നും വന്നിട്ടില്ല, പക്ഷേ പീപ്പിൾസിന്റെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. സോ ദർ ആർ പീപ്പിൾ ഹു ബിലോങ്സ് ടു ദ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ആൻഡ് ഹണ്ടേഴ്സ് ആൻഡ് ദ ഗാദേഴ്സ്, ബറിയൽ ആൻഡ് ക്രിമേഷൻ പീപ്പിൾ. ഇവരെയൊക്കെ ട്രീറ്റ് ചെയ്തിരുന്നത് സൊസൈറ്റിയിലെ ശൂദ്രാസിനെയും താഴെയുള്ളൊരു പൊസിഷൻ ആയിരുന്നു എന്നുള്ളതാണ്. ഈവൻ മറ്റുള്ള 3 കൂട്ടരെ സെർവ് ചെയ്യാൻ പോലും ഇവരെ അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിൽ ഒരു മാറ്റി നിർത്തൽ ആയിരുന്നു ഇവരോട് കാണിച്ചിരുന്നത്. അല്ലെങ്കിൽ ഇവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ടായിരുന്നു ബാക്കിയുള്ള 3 ക്ലാസ്സും
ജീവിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പൊ അൺടച്ചബിലിറ്റിയുടെ കോൺസെപ്റ്റ് ഒന്നും വന്നിട്ടില്ല, ബട്ട് സ്റ്റിൽ ദർ ഇസ് എ sign, there is a simple, there is an attitude from the society regarding the untouchability. Okay. സോ ഇതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെ റിയാക്ഷൻസ് വരും അല്ലേ? അങ്ങനെ റിയാക്ഷൻസ് ആണ് നമുക്ക് പിൽക്കാലത്ത്, പ്രത്യേകിച്ച് 6-ാം നൂറ്റാണ്ട് BC 6-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് നമുക്ക് ഇന്ത്യയുടെ പ്രത്യേകിച്ച് നോൺ ബ്രാഹ്മണിക്കൽ ആയിട്ടുള്ള ലാൻഡുകളിൽ ഈ ഒരു ബ്രാഹ്മണിക്കൽ ഫിലോസഫിക്കെതിരെയായിട്ട് ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. സോ ദ കിങ് തോട്ട് ദേ വർ ദ സുപ്പീരിയർ ടു ദ പ്രീസ്റ്റ്. കാരണം ഈ ഒരു സമയമാകുമ്പോഴേക്ക്, ഓർമ്മയില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, ജനങ്ങളിൽ നിന്നും മഹാജനപദങ്ങളിലേക്കുള്ള യാത്ര ആരംഭിച്ചിട്ടുണ്ട്. പതുക്കെ പതുക്കെ സ്റ്റേറ്റുകളുടെ ഒരു ഫസ്റ്റ് ഫോർമേഷൻ അവിടെ നടക്കുന്നുണ്ട്. ദ കിങ് ബിക്കെയിം ദ കിങ്. അപ്പൊ അതുകൊണ്ട് തന്നെ ദേ വാണ്ടഡ് ടു ബിക്കെയിം സുപ്പീരിയർ ആൻഡ് they thought that the birth based is not a good thing for the Varna system. വർണ്ണ സിസ്റ്റത്തെ ബേസ് ചെയ്യാൻ എങ്ങനെ ബർത്ത് എന്നുള്ളതൊരു ക്രൈറ്റീരിയ ആക്കുക എന്നുള്ളൊരു ചോദ്യമാണ് അവരെല്ലാവരും ഉയർത്തിയിരുന്നത് എന്നുള്ളതാണ്. So the people started the questioning the existing system. So the north and eastern area did not have these differences because കാരണം ഈ ഒരു ഏരിയയിൽ അത്ര തന്നെ പ്രിൻസ്ലി ക്ലാസിന്റെ, ബ്രാഹ്മിൻസിന്റെ ഒരു അപ്പർ ഹാൻഡ് ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു എന്നുള്ളതാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഈ ഒരു കാലഘട്ടം ആകുമ്പോഴേക്ക് കൗണ്ടർ മൂവ്മെന്റ് വരികയാണ്. അതാണ് നമുക്ക് പിന്നീട് ബുദ്ധിസം, ജൈനിസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 6-ാം നൂറ്റാണ്ടാകുമ്പോഴേക്ക് ലോകത്തിന്റെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് ഹെട്രോജീനിയസ് ആയിട്ടുള്ള സെക്റ്റുകൾ എമേർജ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. ഇവിടെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രരുടെ നമ്മുടെ പുരുഷ സൂക്തയിലാണല്ലോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്, നമ്മൾ ഋഗ്വേദത്തിന്റെ 10-ാം ചാപ്റ്റർ ആയിട്ടുള്ള പുരുഷ സൂക്ത എന്നുള്ളത് ആക്ച്വലി വിച്ച് ഈസ് നോട്ട് കറസ്പോണ്ടിങ് ഇൻ ടു ദി ഋഗ്വേദിക് പീരീഡ്. കാരണം ഈ രൂപത്തിൽ ഫോർഫോൾഡ് വർണ്ണ സിസ്റ്റത്തിലേക്ക് മാറിയത് ഋഗ്വേദത്തിലല്ല, ലേറ്റർ വേദിക്കിലാണ്. ഏർലി വേദിക്കിലല്ല, ലേറ്റർ വേദിക്കിലാണ്. അപ്പൊ അതുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തതാണ്, അതിലേക്ക് ആഡ് ചെയ്യപ്പെട്ടതാണ് എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത്. എനിവേ, ആ പുരുഷ സൂക്തം നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ദ്വിജ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദ്വിജ എന്ന് പറഞ്ഞാൽ ട്വൈസ് ബോൺ, അതായത് ഉപനയന എന്ന് പറഞ്ഞ സെറിമണി ഉണ്ട് ബ്രാഹ്മൺ ആസ് പെർ ദി ധർമ്മശാസ്ത്ര അല്ലെങ്കിൽ ധർമ്മശാസ്ത്ര പ്രിൻസിപ്പിൾ അനുസരിച്ചുകൊണ്ട് ഒരു വ്യക്തി 2 വട്ടം ജനിക്കുന്നു എന്നുള്ളതാണ്. അതായത് ബ്രാഹ്മണും ക്ഷത്രിയാസും വൈശ്യാസും അവർ 2 വട്ടം ജനിക്കുന്ന ആൾക്കാരാണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഒന്ന് റിയൽ ജനനം, മറ്റൊന്നാണ് ഉപനയന സെറിമണി എന്ന് പറയും. അതായത് നിങ്ങൾ പൂണൂൽ ധരിക്കുക എന്നുള്ളതാണല്ലോ. ആസ് പെർ ദി ധർമ്മശാസ്ത്ര ബ്രാഹ്മൺസും ക്ഷത്രിയാസും വൈശ്യാസും പൂണൂൽ ധരിക്കണം എന്നുള്ളത്. നമ്മൾ സാധാരണ ബ്രാഹ്മൺസിന് മാത്രമാണ് പൂണൂൽ ധരിച്ചുകൊണ്ട് ഇപ്പം കാണുന്നത്. പക്ഷേ ധർമ്മശാസ്ത്ര ടെക്സ്റ്റിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഉപനയന സെറിമണിയുടെ ഭാഗമായിട്ട് ഇവരൊക്കെ അത് ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഫൈൻ. ഇനി ഈ വർണ്ണ സിസ്റ്റം എന്നുള്ളത് ജസ്റ്റ് സൊസൈറ്റിയിൽ മാത്രമായിരുന്നില്ല, ദൈവങ്ങൾക്ക് പോലും അല്ലെങ്കിൽ ഗോഡ്സ് ആൻഡ് ഡെയ്റ്റീസിന് പോലും ഈ ഒരു എന്താ പറയുക വർണ്ണ സിസ്റ്റത്തിന്റെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് വന്നു എന്നുള്ളതാണ്. നമുക്ക് റിലീജിയസ് ബിലീഫ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഓക്കെ, then the origin of the ashrama system was the another features of later Vedic. ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് ലിറ്ററേച്ചറിൽ ആശ്രമ സിസ്റ്റത്തിലെ അഥവാ ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ എന്ന് പറഞ്ഞ 4 സൈക്ലിക് ഉണ്ടല്ലോ. ഒരു വ്യക്തിയുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന്റെ സൈക്കിളിനെ കുറിച്ച് പറയുന്നതാണ് ആശ്രമ സിസ്റ്റം എന്നുള്ളത്. ഓക്കെ, then what about the woman condition? The woman, you can see that it is argument that the mention of sati in Atharva Veda, but we don't have any historical evidences the sati happened in the later Vedic time. And woman lost the political rights. വുമൻസിന് അന്നുണ്ടായിരുന്ന എല്ലാ അവകാശങ്ങളും, പൊളിറ്റിക്കൽ ആയിട്ടുള്ള അവകാശങ്ങളും മീൻവെൽ നഷ്ടപ്പെടുകയാണ്. And the birth of the daughter is treated as unpleasant or unwelcomed. ഒരിക്കലും പെൺകുട്ടികൾ ഉണ്ടാവുക എന്നുള്ളത് അതൊരു നല്ല ഹാപ്പിനെസിന്റെ വാർത്തയായിട്ടല്ല അന്നത്തെ സൊസൈറ്റി അത് സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. ബട്ട് സ്റ്റിൽ വി ഹാവ് ദ എവിഡൻസ് ഓഫ് ദ മാട്രിലീനിയൽ ഇൻഫ്ലുവൻസ്. മാട്രിലീനിയൽ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് സൊസൈറ്റിയിൽ ഉണ്ടായതായിട്ടുള്ള ചില എവിഡൻസുകൾ നമുക്കുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗാർഗി, മൈത്രേയി തുടങ്ങിയിട്ടുള്ള വുമൺ സ്കോളേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കംപ്ലീറ്റ് ഒരു അൾട്രാ പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ മേ ബി ഇറ്റ് വാസ് ലിമിറ്റഡ് ഇൻ ടു ദ റോയൽ ഫാമിലീസ്.
അതാണ് ഇവിടെ പറയുന്നത്, എഡ്യൂക്കേഷൻ വാസ് റെസ്ട്രിക്റ്റഡ് ഇൻ ടു ദ അപ്പർ വർണ്ണ എന്നുള്ളത്. ആൻഡ് വി ഡോണ്ട് ഹാവ് ഇനി സ്വയംവര. സ്വയംവര എന്ന് പറഞ്ഞാൽ പാർട്ട്ണറെ ചൂസ് ചെയ്യാനുള്ള അവകാശം സ്ത്രീക്ക് നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് ഈ കാലഘട്ടം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിട്ട് പറയാൻ പറ്റുന്നത്. ആൻഡ് വി ഹാവ് ദ സ്ലേവറി സിസ്റ്റം ഓൾസോ ഇൻ ദി ലേറ്റർ വേദിക്. ഏർലി വേദിക്കിൽ നമുക്ക് സ്ലേവറി ഉണ്ട്, പക്ഷേ കൂടുതൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് കാണുന്നത് എവിടെയാണ്? ലേറ്റർ വേദിക്കിലാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് എക്കണോമിക് കണ്ടീഷനിലേക്ക് പോകാം. സോ വാട്ട് ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ ദി ഇക്കോണമി? നോക്കൂ, നമ്മൾ ഋഗ്വേദിക് ഇക്കോണമിയിലേക്ക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് പാസ്റ്ററൽ ആയിട്ടുള്ളൊരു എക്കോണമി ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ട കാര്യം. പാസ്റ്ററൽ എക്കോണമി എന്ന് പറഞ്ഞാൽ ഡസ് നോട്ട് മീൻ ദേ ഡോണ്ട് നോ അബൌട്ട് അഗ്രികൾച്ചർ. പാസ്റ്ററലിസം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ, മാടുകളെയൊക്കെ മേച്ച് നടക്കുന്ന ഒരു പാസ്റ്ററൽ. ദ പ്രൈമറി ദിയർ മോഡ് ഓഫ് സബ്സ്റ്റൻസ് വാസ് ബേസ്ഡ് ഓൺ ദി പാസ്റ്ററലിസം ബേസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, നിങ്ങൾ തൊട്ട് മുൻപുണ്ടായിരുന്ന ഇൻഡസ് വാലി, ഹരപ്പൻസ് വാർ പ്യുവർലി എ അർബൻ അല്ലേ? ഓർമ്മയില്ലേ നമ്മൾ പറഞ്ഞത്? അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ ആക്റ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്ന സൊസൈറ്റിയാണ്. അപ്പോൾ അതിന് ശേഷം വന്നൊരു സൊസൈറ്റി റിവേഴ്സ് മോഡലാണ് പോകുന്നത് എന്നുള്ളതാണ്. കാരണം ഇത് നമ്മൾ നിയോലിത്തിക് ചാൽക്കോലിത്തിക്കിൽ കണ്ടൊരു കാഴ്ചയാണ് അല്ലേ? ആ ഒരു വ്യത്യാസം കൊണ്ടാണ് ഹരപ്പൻസിനെയും ഋഗ്വേദിക് സൊസൈറ്റി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. എനിവേ, നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഋഗ്വേദിക് ടെക്സ്റ്റുകൾ ഒരുപാട് തവണ കാറ്റിലിനെ കുറിച്ചുള്ള എന്താ പറയുക റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ട്. അപ്പൊ അന്ന് വെൽത്ത് ഡിസൈൻ ചെയ്തിരുന്നത് അല്ലെങ്കിൽ വെൽത്ത് ഡിറ്റർമൈൻ ചെയ്തിരുന്നത് എത്രത്തോളം നിങ്ങൾക്ക് കാറ്റിൽസ് ഉണ്ട്. ഇന്ന് നമ്മൾ പ്രോപ്പർട്ടി ഒക്കെ നോക്കിയിട്ടാണല്ലോ, അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടാണ്, ഇൻവെസ്റ്റ്മെന്റ് നോക്കിയിട്ടാണ് നമ്മൾ ഒരാൾ വെൽത്തി ആണോ. അന്ന് എത്രത്തോളം കാറ്റിൽ നിങ്ങൾക്കുണ്ടോ നിങ്ങൾ അത്രത്തോളം വെൽത്തി ആണെന്ന് പറയും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരുപാട് റെഫറൻസ് കാണാൻ പറ്റും കാറ്റിൽസിന് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ അത് ചർച്ച ചെയ്ത കാര്യം കൂടിയാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ്. ഈ ഗൗ എന്നുള്ള ടേം നമ്മൾ ഹിന്ദിയിൽ, ഇന്ന് സംസ്കൃതത്തിൽ ഗൗ എന്ന് പറഞ്ഞാൽ എന്താണ്? പശു അല്ലെങ്കിൽ കാറ്റിൽ എന്നുള്ള അർത്ഥത്തിലാണല്ലോ. ഋഗ്വേദത്തിൽ നമുക്ക് ഒരുപാട് സ്ഥലത്ത് ഗൗ അല്ലെങ്കിൽ കാറ്റിൽസിനെ കുറിച്ചുള്ള റെഫറൻസ് കാണാൻ പറ്റും. എത്രത്തോളം ചോദിക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ടേംസിൽ പോലും അത് കാണാൻ സാധിക്കും. നോക്കൂ, നിങ്ങൾ രാജൻ ഗോപതി എന്ന പേര് കാണാൻ പറ്റും, വെൽത്തി പേഴ്സണെ ഗോമത് എന്ന് കാണാൻ പറ്റും, കൗസിന് വേണ്ടിയുള്ള ബാറ്റിൽസിനെ ഗവിഷ്ടി എന്ന് കാണാൻ പറ്റും, ടൈമിനെ ഗോധൂലി എന്ന് കാണാൻ പറ്റും, ഡിസ്റ്റൻസിനെ ഗൗയുധി എന്ന് കാണാൻ പറ്റും. ഈവൻ ഗോത്ര പോലും വരുന്നത് ഗൗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് പറയുമ്പോൾ അത്രത്തോളം കാറ്റിൽസ് അവരുടെ ലൈഫിൽ എന്താ പറയാ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്ത് മാറ്റമാണ് ലേറ്റർ വേദിക്കിലേക്ക് വരുമ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, പാസ്റ്ററലിസത്തിൽ നിന്നും അഗ്രികൾച്ചറിലേക്ക് വന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്നുള്ളതാണ്. സോ ട്രാൻസിഷൻ ഫ്രം പാസ്റ്ററലിസം ഇൻ ടു അഗ്രികൾച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിട്ട് ലേറ്റർ വേദിക്കിലേക്ക് മാറുകയാണ്. ബട്ട് സ്റ്റിൽ അവിടെ റീജിയണൽ ആയിട്ടുള്ള വേരിയേഷൻസ് ഉണ്ട് കേട്ടോ, ഇല്ല എന്ന് പറയുന്നില്ല. മോർ ഓർ ലെസ് അഗ്രികൾച്ചർ സൊസൈറ്റി ആയിരുന്നു എന്നുള്ളതാണ്. കാരണം മധുരയിൽ നോക്കുകയാണെങ്കിൽ പാസ്റ്ററലിസം ആണ് കാണുന്നത്, ഗംഗ റീജിയനിലേക്ക് വരികയാണെങ്കിൽ പ്യൂർലി അഗ്രികൾച്ചർ ബേസ്ഡ് റേറ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ ഒരു റീജിയണൽ ആയിട്ടുള്ള ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും സൊസൈറ്റി എങ്ങനെയാണ്? ബൈ ആൻഡ് ലാർജ് അഗ്രികൾച്ചർ സെൻട്രിക് ആയിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിന് തെളിവുകൾ നമുക്ക് ലിറ്റററി ആയിട്ടുള്ള തെളിവുകളുണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ലേറ്റർ വേദിക് ടെക്സ്റ്റുകളിലൊക്കെ നമുക്ക് ഒരുപാട് ഡയറി പ്രൊഡക്ട്സിന് കാറ്റിൽസുമായി ബന്ധപ്പെട്ടുള്ള പ്രൊഡക്റ്റുകളെ കുറിച്ചൊന്നും എവിടെയും റെഫറൻസുകൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, അന്ന് നടന്ന ഈ രാജസൂയ പോലെയുള്ള യജ്ഞങ്ങളിലൊക്കെ ഇഷ്ടം പോലെ സെറൽസ്, ഗ്രെയിൻസ് ഒക്കെ ഓഫറിംഗ് കൊടുത്ത റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി ആർക്കിയോളജിക്കൽ തെളിവെടുത്ത് നോക്കുകയാണെങ്കിൽ PGW, പെയിന്റഡ് ഗ്രേ വെയർ എന്ന് പറഞ്ഞുള്ള PGW കൾച്ചറിൽ കൃത്യമായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്നുണ്ട് അയൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണെന്നും ഈ ഒരു അയൺ ഇൻട്രൊഡക്ഷൻ ആണ് ആക്ച്വലി ഈ ഒരു അഗ്രികൾച്ചറിലേക്ക് ഈ ഒരു സൊസൈറ്റിയെ റീഇൻഫോഴ്സ് ചെയ്തത് എന്നതിനെ കുറിച്ചുള്ള തെളിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ചുരുക്കത്തിൽ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എന്തെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഇറ്റ് വാസ് ബിക്കോസ് ഓഫ് ദി അയൺ ഇൻട്രൊഡക്ഷൻ. അത് നടക്കുന്നത് ലേറ്റർ വേദിക് ഏജിലാണ് എന്നുള്ളതാണ്. ഓക്കെ, അത് ഏകദേശമൊക്കെ ക്ലാരിറ്റി വന്നിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ മെൻറ്റേഴ്സ് വഴി ക്വസ്റ്റ്യൻസ് ചോദിക്കുക, അല്ലെങ്കിൽ നേരിട്ട് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി എന്നുള്ളതാണ്. ഓക്കെ.
ഇനി നമുക്ക് അഗ്രികൾച്ചർ നോക്കാം. അപ്പം എന്ത് മാറ്റമാണ് ഏർലി വേദിക്കിൽ നിന്നും ലേറ്റർ വേദിക്കിലേക്ക് അഗ്രികൾച്ചറിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്? നോക്കൂ നിങ്ങൾ, ഏർലി വേദിക്കിൽ ഒരു ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചറാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് തന്നെ വളരെ ലിമിറ്റഡ് ആയിരുന്നു എന്ന് നേരത്തെ പറഞ്ഞ പാസ്റ്റലിസമാണ് അവരുടെ മോഡ് ഓഫ് സബ്സ്റ്റൻസ്. ബട്ട് സ്റ്റിൽ അവിടെ ഒരു ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ ഉണ്ടായിരുന്നു. ഷിഫ്റ്റിംഗ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലാഷ് ആൻഡ് ബേൺ മെത്തേഡോളജിയിൽ കൂടി ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വിശാലമായിട്ടുള്ളതാണ്, ഇതൊരു പ്ലോട്ടാന്ന് വിചാരിക്കുക. ഈ പ്ലോട്ടിൽ 4 ഏരിയ ഉണ്ട് വിചാരിക്കുക. സോ ആദ്യം ഈ ഒരു പ്ലോട്ടിൽ കൃഷി ചെയ്യുന്നു, ദെൻ ഇവിടെ കൃഷി ചെയ്യുന്നു, ദെൻ ഇവിടെ കൃഷി ചെയ്യുന്നു. സോ ലെറ്റ്സ് സേ 1 2 3 4. 1ൽ കൃഷി ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു, 2ൽ നിന്ന് 3ലേക്ക് മൂവ് ചെയ്യുന്നു, 3 4ലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള അഗ്രികൾച്ചർ, അതാണ് പിന്നെ ഏർലി വേദിക്കിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദ യൂസ്ഡ് വുഡൻ പ്ലോ അവർ ഉപയോഗിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഹാല, ലൻകാല, സിറ തുടങ്ങിയിട്ടുള്ള ടേംസ് ഒക്കെ നമുക്ക് ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദേ സോ ഇൻ ദ സീഡ്, സീത എന്നുള്ള പേരിൽ നമുക്ക് സീഡ്സ് സോ ചെയ്തതിനെ കുറിച്ച്, സിക്കിൾസ് ഉപയോഗിച്ചതിനെ കുറിച്ച്, ലേയിങ്, ത്രഷിങ്, വിന്നോയിങ് മെത്തേഡ് യൂസ് ചെയ്തതിനെ കുറിച്ച്, ബാർലി, ബീൻസ്, സോസം പോലെയുള്ള തില, ഈ ടേംസ് ഒക്കെ UPS മുമ്പായിട്ട് ചോദിച്ചു പോയി തോന്നുന്നുണ്ട്. തില, ബാർലി ഒക്കെ പോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രെയിൻസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് ഒരു ഏർലി വേദിക്കിൻ്റെ ഒരു ക്രക്സ് ആയിട്ടുള്ള ഒരു കാര്യം എന്നുള്ളത്. ഇനി ലേറ്റർ വേദിക്കിലേക്ക് വരുമ്പോൾ എന്ത് മാറ്റമാണ് വന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, അഗ്രികൾച്ചറിൽ വന്ന ഇംപ്രൂവ്മെൻ്റ് ആണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത്. എന്ത് ഇംപ്രൂവ്മെൻ്റ് ആണ് വന്ന് നോക്കൂ. ദ കോൺസെപ്റ്റ് ഓഫ് ദ മിക്സഡ് ഫാമിംഗ്. അത് ഒരു സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ തന്നെ ഒന്നിലധികം സെറൽസ്, ഒന്നിലധികം ഗ്രെയിൻസ് ഒരുമിച്ച്, ഒന്നിലധികം സീഡ്സ് ഒരുമിച്ച് കൃഷി ചെയ്യുന്നത്, അതാണ് മിക്സഡ് ഫാമിംഗ് എന്നുള്ളത്. ദെൻ ദ ഫ്ലോ ബിക്കെയിം വെരി ഹെവി ബിക്കോസ് ഓഫ് ദി അയൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താവുകയാണ്? ഫ്ലോ വളരെ ഹെവി ആയിട്ട് വരികയാണ് എന്നുള്ളതാണ്. നമ്മൾ അയൺ ടിപ്പ് ഫ്ലോ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അയൺ ടിപ്പ് ആഡ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഫ്ലോ വളരെ ഹെവി ആകാൻ തുടങ്ങി എന്നുള്ളതാണ്. കാരണം അപ്പോഴാണല്ലോ ആഴത്തിൽ ഉഴുതു മറിക്കാൻ പറ്റുള്ളൂ. ആൻഡ് യു ക്യാൻ സി ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ദ ക്രോപ്സ്. ഫോർ എക്സാമ്പിൾ ദ റൈസ്, ദ വീറ്റ്. റൈസും വീറ്റും ഒരു കോമൺ ഡയറ്റ് ആയിട്ട് മാറുകയാണ്. ഒരുപാട് റെഫറൻസുകൾ ഏറ്റവും വേദിക് ടെക്സ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് വി ഹാവ് ദ റെഫറൻസ് ഓഫ് ദ തില ആസ് ദി ഫസ്റ്റ് വെജിറ്റബിൾ ഓയിൽസ്. ഓയിൽസ് വളരെ വ്യാപകമായിട്ട് യൂസ് ചെയ്ത്, പ്രത്യേകിച്ച് റിച്വലിന് വേണ്ടിയിട്ട് അഥവാ യജ്ഞങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ പിന്നെ ഓയിൽസ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വി ഹാവ് ദ റെഫറൻസ് ഓഫ് ദി അഗ്രികൾച്ചർ വിച്ച് ഈസ് റിട്ടൺ ഇൻ ദ ബ്രാഹ്മണ. ചുരുക്കത്തിൽ അഗ്രികൾച്ചർ എന്നുള്ളത് വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു, ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള അഗ്രികൾച്ചർ നടന്നിരുന്നു എന്നുള്ള തെളിവുകൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വാട്ട് അബൌട്ട് ദി ട്രേഡ് ആൻഡ് കൊമേഴ്സ്? ട്രേഡ് ആൻഡ് കൊമേഴ്സിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഏർലി വേദിക്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എന്താ പറയുക ഇൻഡസ്ട്രി മാത്രമേ ഉണ്ടായിരുന്നു. നമുക്ക് നോക്കാം. അത് തന്നെ നോക്കൂ നിങ്ങൾ, വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ ഒരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആവശ്യമുള്ളത്. ഇപ്പം കാർപ്പൻറ്റേഴ്സ്, വാഗൺസ് ഉണ്ടാക്കുന്ന ആൾക്കാർ, ബോർഡ്സ് ഉണ്ടാക്കുന്ന ആൾക്കാർ, ഗോൾഡ് സ്മിത്ത്, ഹിരണ്യകാര എന്നുള്ള പേരിൽ ഗോൾഡ് സ്മിത്ത് ഉണ്ട് അവിടെ. അതുപോലെ തന്നെ ബാർബേഴ്സ് ഉണ്ടായിരുന്നു. ലേറ്റർ വേദിക്കിലേക്ക് വരുന്ന സമയത്ത് അയൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് സ്പെഷ്യലൈസേഷൻ വന്നു എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നിങ്ങൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ലിമിറ്റഡ് ആയിട്ടായിരുന്നു ഏർലി വേദിക്കിലെ ഇൻഡസ്ട്രി എങ്കിൽ ലേറ്റർ വേദിക്കിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ എന്താ നമുക്ക് കാണാൻ സാധിക്കുന്നത്? വിത്ത് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദി അയൺ സ്പെഷ്യലൈസേഷൻ വന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ന്യൂ ഒക്യുപ്പേഷൻസ് വരികയാണ് ആൻഡ് മെറ്റലർജി വരികയാണ്. കാരണം ഒരുപാട് മെറ്റൽസ് വരുന്നു. സ്വാഭാവികമായിട്ടും മെറ്റലർജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വർക്കുകൾ അവിടെ എമേർജ് ചെയ്യുകയാണ് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ഡിഫറെൻ്റ് ആയിട്ടുള്ള മെറ്റൽസിനെ കുറിച്ചുള്ള റെഫറൻസുകൾ നമുക്ക് ലേറ്റർ വേദിക് ടെക്സ്റ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഈ ടേംസ് ഒക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ആയ ആസ് ദി കോപ്പർ, ദെൻ ശ്യാമ ആയ ആസ് ദി അയൺ, ദ ഗോൾഡ് ആസ് ദി ഇരണ്യ. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് ടേംസ് ഉണ്ട്. ഇൻ കേസ് എന്തെങ്കിലും ടേം തരികയാണെങ്കിൽ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ട്രേഡിലേക്കൊന്ന് വരാം. ട്രേഡിലേക്ക് വരികയാണെങ്കിൽ ഏർലി വേദിക്കിലെ ട്രേഡ് പാറ്റേൺ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബാർട്ടർ സിസ്റ്റത്തെ ബേസ് ചെയ്തിട്ടാണ്. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നു, നിങ്ങളുടെ അടുത്തുള്ളത് നിങ്ങൾ എനിക്ക് തരുന്നു. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ. ഞാനൊരു പിന്നെ വാഴ കൃഷി ചെയ്യുന്ന ആളാണ്, ഞാൻ എൻ്റെ വാഴക്കുല നിങ്ങൾക്ക് തരുന്നു. നിങ്ങളൊരു കാർപ്പൻറ്റർ ആണെങ്കിൽ നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുന്നു. ഇതാണ് ബാർട്ടർ സിസ്റ്റം. ഓക്കെ, അപ്പം ക്യാറ്റിലാണല്ലോ അവിടെ വെൽത്തിൻ്റെ ഒരു മീഡിയം ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് വെദർ ദീസ് ദർ എനി കറൻസി സിസ്റ്റം. അവിടെ കറൻസി സിസ്റ്റം ഉണ്ടായിരുന്നോ ഇല്ലേ എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ. പക്ഷെ നമുക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ലെറ്റ്സ് സേ ദാറ്റ് ദർ ഇസ് എ റെഫറൻസ് ഓഫ് നിഷ്കാസ്
as maybe the currency ആയിട്ട് ഒരു പക്ഷേ നിഷ്ക എന്നുള്ള ടേംസ് നമുക്ക് early Vedic ടെക്സ്റ്റുകൾ കാണുന്നുണ്ട്, ഋഗ്വേദത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ മേ ബി ദേ ഹാവ് യൂസ്ഡ് നിഷ്ക ആസ് ദി കറൻസി, ബട്ട് നമുക്ക് ഇതുവരെ തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ആൻഡ് വി ഹാവ് ദ റെഫറൻസ് ഓഫ് ദ പാണീസ് ആസ് ദ ട്രേഡർ ക്ലാസ്. ട്രേഡർ ക്ലാസ്, പാണികൾ എന്ന് പറഞ്ഞിട്ടുള്ള ട്രേഡർ ക്ലാസിനെ കുറിച്ചുള്ള റെഫറൻസും ഉണ്ട്. അപ്പം ട്രേഡേഴ്സും അവിടെ ആക്റ്റീവായിരുന്നു ചോദിച്ചാൽ ഉണ്ടാവാം, പക്ഷെ നമുക്കൊന്നും തെളിവുകൾ കൂടുതലായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ ടെക്സ്റ്റുകൾ ഇങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. Then what about the later Vedic period? ലേറ്റർ വേദിക്കിലേക്ക് എത്തുന്ന സമയത്ത് ട്രേഡ് ആൻഡ് കൊമേഴ്സിൽ കൃത്യമായിട്ടുള്ളൊരു വ്യാപനം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്ന്. എന്തുകൊണ്ടാണ്? കാരണം ലേറ്റർ വേദിക്കിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അഗ്രികൾച്ചർ എന്താവുകയാണ്, റീഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഗ്രികൾച്ചർ ത്രൈവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ സർപ്ലസ് ഉണ്ടാകും. സർപ്ലസ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്ത് ചെയ്യേണ്ടി വരും, എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മാർക്കറ്റുകൾ ഉയർന്നു വരികയാണ്. ആ മാർക്കറ്റിലേക്ക് എൻഗേജ് ചെയ്യേണ്ട ട്രേഡിംഗ് ഗ്രൂപ്പുകൾ എമർജ് ചെയ്യുകയാണ്. അങ്ങനെയാണ് മെർക്കൻറ്റൈൽ ഓർഗനൈസേഷൻസ് ലേറ്റർ വേദിക് ടൈംസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗണ എന്നുള്ള പേരിൽ ഒരുപാട് ഗിൽഡുകളെ കുറിച്ചുള്ള റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മെർക്കൻറ്റൈൽ സൊസൈറ്റികളെ കുറിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാപാര വ്യവസായി ഏകോപന സമിതി എന്നൊക്കെ പറഞ്ഞതുപോലെയുള്ള ഒരുപാട് മെർക്കൻറ്റൈൽ സൊസൈറ്റികൾ അന്ന് ഫോം ചെയ്യപ്പെടുന്നതാണ് എന്നുള്ളതാണ്. അവിടെയാണ് വൈശ്യാസിന്റെ റോളിനെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. ശ്രേഷ്ഠൻ എന്നുള്ള പേരിൽ ഈ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെയൊക്കെ ഏകോപിച്ചിരുന്ന കോർഡിനേറ്റേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് വൈശ്യ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ വൈശ്യ എന്നുള്ളൊരു കാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അവിടെ എമർജ് ചെയ്യുകയാണ് എന്നുള്ളതാണ് ഇതിനെ കൃത്യമായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട്. ആൻഡ് ദിസ് ഈസ് ദ ടൈം വേർ ദി മണി ലെൻഡിങ് ബിഗാൻ. കുസീദിൻ എന്നുള്ള പേരിൽ യൂഷറിനെ കുറിച്ച്, പലിശക്ക് പണം കൊടുക്കുന്ന ആൾക്കാരെ കുറിച്ച് റെഫറൻസുകൾ ലേറ്റർ വേദിക് ടെക്സ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മണി ലെൻഡിങ് പതുക്കെ കാരണം ഒരു കയ്യിൽ മണി കുന്നുകൂടാൻ തുടങ്ങി. സ്വാഭാവികമായിട്ടും ഉള്ള പണം അത് വീണ്ടും മാർക്കറ്റിലേക്ക് ഇറക്കിയിട്ട് ഇരട്ടിപ്പിക്കുക എന്നുള്ള ശ്രമമാണല്ലോ അന്ന് ഇന്ന് മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ മണി ലെൻഡിങ്ങിന്റെ ആദ്യമായിട്ടുള്ള റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണ് എന്നുള്ളതാണ്. And what about the currency? There are references in the different type of the currency. For example, the Shadamana as the gold, Krishnala as the silver, and the Karshapana as the bronze. ഗോൾഡും സിൽവറും ബ്രോൺസും ആയിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കറൻസിയെ കുറിച്ചുള്ള റെഫറൻസുകൾ ലേറ്റർ വേദിക് ടെക്സ്റ്റുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആർക്കിയോളജിക്കലായിട്ട് നമുക്ക് തെളിവുകളൊന്നുമില്ല, ബട്ട് സ്റ്റിൽ വി ഹാവ് ദ റെഫറൻസ് ഇൻ ദ ലേറ്റർ വേദിക് ടെക്സ്റ്റ്. ദർ ആർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ദി കറൻസി ദേ ഹാവ് യൂസ്ഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ട്രേഡ് ആൻഡ് കൊമേഴ്സുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. Then what about the trading pattern? ട്രേഡിംഗ് പാറ്റേൺ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബോത്ത് ഇന്റേണൽ ഫോറിൻ ട്രേഡുകൾ നടന്നിരുന്നു എന്നുള്ളതാണ് ഒരൊറ്റ പോയിന്റ് ആണ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്നുള്ളത്. ഓക്കെ, they were familiar, especially the later Vedic people, കാരണം ലേറ്റർ വേദിക്കിലാണല്ലോ ട്രേഡ് ആൻഡ് കൊമേഴ്സ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. And they were aware about the neighboring territories as well. And the last segment, what about the religious condition? എന്തായിരുന്നു വേദിക് ഏജിലെ മൊത്തത്തിലുള്ള റിലീജിയസ് കണ്ടീഷൻസ്? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത്, അല്ലാതെ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഏർലി വേദിക്കിലെ റിലീജിയസ് സിറ്റുവേഷൻ എന്തായിരുന്നു, ലേറ്റർ വേദിക്കിലെ റിലീജിയസ് സിറ്റുവേഷൻ എന്തായിരുന്നു, ആ കാര്യം മാത്രമാണ് നമ്മളിവിടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. നോക്കൂ നിങ്ങൾ, വാട്ട് അബൌട്ട് ദ നേച്ചർ ഓഫ് ദി വർഷിപ്പ് ഇൻ ദി ഏർലി വേദിക്, അതാണ് മനസ്സിലാക്കേണ്ടത്. ഹിനോത്തീസം അല്ലെങ്കിൽ കാത്തനോസ്തിസം. ഹിനോത്തീസം അല്ലെങ്കിൽ കാത്തനോസ്തിസം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ദൈവം, ആ ദൈവത്തിന്റെ സബ്ദൈവങ്ങളായിട്ടുണ്ടാവുന്ന ഒരു അവസ്ഥ, അതാണ് ഹിനോത്തീസം എന്നുള്ളത്. മെയിൻ ആയിട്ടൊരു ദൈവം ഉണ്ടാവും, ആ ദൈവത്തിന്റെ താഴെയായിട്ട് ബാക്കിയുള്ള ദൈവങ്ങൾ വരുന്നു. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റിനാണ് ഹിനോത്തീസം അല്ലെങ്കിൽ കാത്തനോസ്തിസം എന്നൊക്കെ പറയാം. ഓക്കെ, ഫൈൻ. ആൻഡ് ദേ ഹാവ് ദ ബിലീഫ് ഇൻ വൺ സിംഗിൾ ഗോഡ്. പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു സിംഗിൾ ഗോഡിലുള്ള ബിലീഫ്. അത് മോണോത്തീസം എന്ന് ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. മോണോത്തീസം എന്നാണ് ഏകദൈവ വിശ്വാസം എന്നുള്ളതാണ്. ഒരു അവിടെ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ ഹിനോത്തീസത്തിൽ ദൈവങ്ങൾ ഒരുപാട് ഉണ്ടാകും, പക്ഷെ ആ ദൈവങ്ങളിൽ ഒരാളെ ആയിരിക്കും ഒരാൾ വിശ്വസിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിശ്വസിക്കുന്നുണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് ദിസ് വർഷിപ്പ് വാസ് ബേസ്ഡ് ഓൺ നാച്ചുറൽ ഫിനോമിന ഫോഴ്സസ്. അതായത് അവരെ പേടിപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവർക്ക് പേടി ഉണ്ടാക്കിയിരുന്ന നാച്ചുറൽ ഫോഴ്സസിനെയാണ് പ്രധാനമായിട്ടും അവരെന്താക്കിയിരുന്നത്, വർഷിപ്പ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് മൊത്തം ഋഗ്വേദം എടുത്തു നോക്കണം, ഏകദേശം 33ഓളം ദൈവങ്ങളെ കുറിച്ചുള്ള റെഫറൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും, ഗോഡ്സിനെ കുറിച്ചുള്ള റെഫറൻസുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ ആ 33ലും പോകുന്നില്ല. ആ 33 3 കാറ്റഗറി ആയിട്ട് നമുക്ക് തന്നിരിക്കാൻ പറ്റും. ഒന്നെങ്കിൽ ആ ദൈവങ്ങൾ എല്ലാം ടെറസ്ട്രിയൽ ആയിരിക്കും എന്നുള്ളതാണ്, അഥവാ ലാൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക്
അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ അറ്റ്മോസ്ഫിയറുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതല്ലെങ്കിൽ സെലസ്റ്റിയൽ ആയിരിക്കും എന്നുള്ളത്. അപ്പം ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഗോഡ്സ് ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് ആയിട്ടുള്ള ഗോഡ്സ് ഉണ്ട്, സെലസ്റ്റിയൽ ആയിട്ടുള്ള ഗോഡ്സ് ഉണ്ട്. ഈ 3 ടൈപ്പ് ഗോഡ്സിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഏർലി വേദിക് പീരീഡിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ഈ ഒരു ആസ്പെക്റ്റ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. ദെൻ ഈ ഒരു സാധനം ടെറസ്ട്രിയൽ, അറ്റ്മോസ്ഫിയർ, സെലസ്റ്റിയൽ എന്നുള്ളത്. ഓക്കെ. ഇനി എങ്ങനെയായിരുന്നു മോഡ് ഓഫ് വർഷിപ്പ് നമുക്ക് നോക്കാം. മോഡ് ഓഫ് വർഷിപ്പിലേക്ക് വരികയാണെങ്കിൽ പ്രധാനമായിട്ടും റിസൈറ്റേഷൻ ഓഫ് പ്രയേഴ്സ്, പ്രാർത്ഥനകൾ ഇങ്ങനെ ഉരുവിടുക എന്നുള്ളതാണ് ദൈവങ്ങളെ പ്രതിപ്പെടുത്താൻ അവർ ചെയ്തിരുന്നത്. ദെൻ ഓഫറിങ് സാക്രിഫൈസസ്, ദൈവത്തിന് ഒരുപാട് സാക്രിഫൈസുകൾ ഓഫറിങ് ചെയ്യുക, ലൈക്ക് ദ ഗ്രെയിൻസ്, വെജിറ്റബിൾസ്, ഫ്ലഷ്, ഗീ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അടുത്തൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ഡ്യൂറിങ് ദി ഏർലി വേദിക് പീരീഡ് ദർ ഈസ് നോട്ട് മച്ച് എംഫസൈസ് ഓൺ ദ റിച്വൽ, അധികം റിച്വലിസ്റ്റിക് ആയിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ സിമ്പിളായിട്ട് ആർക്കും ഇവിടെ നിന്നും ജസ്റ്റ് പ്രയേഴ്സ് റിസൈറ്റ് ചെയ്തുകൊണ്ട് ദൈവത്തിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് ഓഫ് വർഷിപ്പാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഏർലി വേദിക്കിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഇൻ ഷോർട്ട്, ദർ ഇസ് നോ ഐഡൽ വർഷിപ്പ്, നോ ടെമ്പിൾസ്. കാരണം ഐഡൽ വർഷിപ്പും ടെമ്പിൾസ് ഒക്കെ വരുന്നത് മച്ച് 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 ലേറ്റർ ആണ്. നോക്കൂ, നിങ്ങൾ ഏർലി വേദിക് പീരീഡിലെ ഒരുപാട് ദൈവങ്ങൾ, നിങ്ങൾ ജസ്റ്റ് ആ സ്ലൈഡ്സ് അങ്ങനെ വായിച്ചു നോക്കിയാൽ മതി. ഇന്ദ്ര, അഗ്നി, വരുണ, ദെൻ സോമ, സൂര്യ, ഉഷ. അവിടെ ഓർക്കേണ്ട കാര്യം ഇതാണ്, ഫീമെയിൽ ആയിട്ടുള്ള ഗോഡസിനെ കുറിച്ച് അഥവാ ഡൈറ്റിയെ കുറിച്ചുള്ള റെഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണമായിട്ട് ഉഷ, അതിഥി, ഓക്കെ, തുടങ്ങിയിട്ടുള്ള ഫീമെയിൽ ഗോഡ്സും എവിടെ ഉണ്ടായിരുന്നു? ഏർലി വേദിക്കിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. ഇനി നോക്കൂ, നിങ്ങൾ ലേറ്റർ വേദിക്കിലേക്ക് വരുന്ന സമയത്ത് മാറ്റം വന്നതാണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. യു ക്യാൻ സീ ദർ ഇസ് എ ചേഞ്ച് ഇൻ ദി മോഡ് ഓഫ് വർഷിപ്പ്. മോഡ് ഓഫ് വർഷിപ്പിൽ ചേഞ്ചുകൾ വരികയാണ്. എന്തൊക്കെ ചേഞ്ചാണ് വന്നു നോക്കൂ. ഒന്നാമത്തെ കാര്യം, പ്രയേഴ്സ് ഡിക്ലൈൻ. നേരത്തെ നമ്മൾ പറഞ്ഞു പ്രയേഴ്സ് റിസൈറ്റ് ചെയ്യുന്നതോടുകൂടിയാണ് ദൈവത്തിൽ കടക്കുക എന്നുള്ളത്. പകരം സാക്രിഫൈസുകൾക്ക് പ്രാധാന്യം കൂടി. സാക്രിഫൈസുകളിലൂടെ മാത്രമേ ദൈവത്തിലേക്ക് അടുക്കാൻ പറ്റൂ എന്നുള്ള നോഷൻ വരികയാണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ ആനിമൽസ്, സാക്രിഫൈസ് ചെയ്യുന്ന സ്വാഭാവികമായിട്ടും ആനിമൽസ് വേണമല്ലോ. സോ ആനിമൽസിൻ്റെ ആ റോൾസും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുലകളൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് ബ്രാഹ്മിൻസ് എന്നുള്ളതാണ്. യു ക്യാൻ സീ ദർ വാസ് എ ഗ്രാൻഡ് സാക്രിഫൈസസ് ഹാപ്പൻസ്. എല്ലാ ഭാഗത്തും ഗ്രാൻഡ് ആയിട്ടുള്ള സാക്രിഫിഷ്യൽ സെറിമണികൾ വരികയാണ്. ദെൻ ഒരു സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരികയാണ്, ബ്രാഹ്മിൻസിന് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിൽ. ആൻഡ് ദ റിച്വൽസ് ബിക്കെയിം മോർ കോംപ്ലക്സ്. സാധാരണക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത, ബ്രാഹ്മിൻസിന് മാത്രം ആക്സസ് ഉള്ള രൂപത്തിലേക്കുള്ള റിച്വൽസ് വരികയാണ്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ പ്രീസ്റ്റ്ഹുഡ് ബിക്കെയിം ഹെറിഡിറ്ററി. കാരണം ഈ ഒരു ഓഫറിങ്സ് ഒക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു സെറിമണി ഒക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രീസ്റ്റ് വേണം. അതുകൊണ്ട് തന്നെ പ്രീസ്റ്റ്ഹുഡ് എന്നുള്ള ഒരു ഹെറിഡിറ്ററി ആയിട്ട് മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ആൻഡ് യു ക്യാൻ സീ ദ സെയിം തിങ് ഹാപ്പൻസ് ഇൻ ദി ഡെയ്റ്റീസ് ഓൾസോ. നേരത്തെ 33 ദൈവങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ 33-ൽ നിന്നും ചുരുങ്ങിക്കൊണ്ട് 3-4 വ്യക്തികളിലേക്ക് എന്താ പറയുക, ലിമിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ത്രിമൂർത്തി കോൺസെപ്റ്റിന്റെ ഒരു ആദ്യ സ്റ്റെപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രജാപതി, വിഷ്ണു, രുദ്ര ആൻഡ് പുഷാൻ എന്നുള്ള രൂപത്തിൽ 4 ദൈവങ്ങളിലേക്ക് വരികയാണ്. ആൻഡ് ദ മെയിൽ ഡോമിനേഷൻ, യു കനോട്ട് സീ എനി ഫീമെയിൽ ഡൈറ്റീസ് ഇമ്പോർട്ടൻസ് ഇൻ ലേറ്റർ വേദിക് പീരിയഡ്. ഓക്കെ. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് റിലീജിയനുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ. സോ ഇനി ചില PYQs ആണ്. സോ ദ PYQs നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ. ഓരോ ക്വസ്റ്റ്യനും എടുത്തിട്ട് ഓൾറെഡി സ്ലൈഡ്സിലുണ്ട്, സ്ലൈഡ്സിൽ നിങ്ങൾ നോക്കി മനസ്സിലാക്കിയാൽ മതി. ദെൻ PYQസിലുള്ള ഒരു കാര്യം ഇത് തന്നെ ഹോംവർക്കായിട്ട് കൊടുത്തതായിരുന്നു. നോക്കൂ നിങ്ങൾ, വാട്ട് ആർ ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് വേദിക് സൊസൈറ്റി ആൻഡ് റിലീജിയൻ ആൻഡ് ഡു യു തിങ്ക് സം ഓഫ് ദി ഫീച്ചേഴ്സ് ആർ സ്റ്റിൽ പ്രിവെയിലിംഗ് ഇൻ ഇന്ത്യൻ സൊസൈറ്റി? എന്താ പറഞ്ഞിട്ടുള്ള വേദിക് സൊസൈറ്റി ആൻഡ് റിലീജിയൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും നിങ്ങൾ കരുതുന്നുണ്ടോ ഈ വേദിക് സൊസൈറ്റിയുടെ ഫീച്ചേഴ്സ് നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ഉണ്ട് എന്നുള്ളത്? ഇതാണ് ചോദ്യം. സോ അതിൻ്റെ ആൻസേഴ്സ് നിങ്ങളൊന്ന് എഴുതിയിട്ട് അയക്കാൻ വേണ്ടി നോക്കുക. സോ ഞാൻ അത് ഇവാലുവേറ്റ് ചെയ്ത് തരാം എന്നുള്ളതാണ്. ഓപ്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കണ്ടില്ലേ, ഡിഫറെൻ്റ് ആയ രൂപത്തിൽ ക്വസ്റ്റ്യൻസ് ഓപ്ഷൻസിൽ വരാറുണ്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും
ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. സോ വേദിക് ഏജുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഡിസ്കഷൻസ് ആണ് നമ്മൾ ഇതുവരെ നടത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ജൈനിസവും ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലേക്കാണ് നമുക്ക്. സോ വെൽക്കം ബാക്ക്. നമുക്ക് ജൈനിസം ബുദ്ധിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഡിസ്കഷനാണ് ഇനി പ്രധാനമായിട്ടും ചർച്ച ചെയ്യാനുള്ളത്. കൾച്ചറൽ ആസ്പെക്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. UPSCയുടെ ഓൾ ടൈം ഫേവറേറ്റ് ഉള്ള ഏരിയ ആണ് ബോത്ത് ഫിലിംസ് ആൻഡ് ദ മെയിൻസ്. അപ്പം എന്താണ് ബുദ്ധിസവും ജൈനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ? നിങ്ങൾ ബേസിക് ടെക്സ്റ്റുകൾ ഓൾറെഡി വായിച്ചവരാണ്, വായിക്കുന്നവരാണ്. നിർബന്ധമായിട്ടും വായിക്കാത്തവരുണ്ടെങ്കിൽ NCERTയുടെ ക്ലാസ് 12th അതല്ലെങ്കിൽ തമിഴ്നാട് ബോർഡിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളെങ്കിലും മിനിമം വായിച്ചിട്ട് ഈ ഡിസ്കഷൻ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ബോധ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഈ 6ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം 6ാം നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് വരുന്നൊരു കാലഘട്ടമാണ് 6th century BCE എന്നുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു വശത്ത് നമുക്ക് പൊളിറ്റിക്കൽ ഡെവലപ്മെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അഥവാ ഇന്ത്യയിലെ ഫസ്റ്റ് സ്റ്റേറ്റ് ഫോർമേഷൻ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ദെൻ മറുവശത്ത് സോഷ്യോ റിലീജിയസ് ആയിട്ടുള്ള ഡെവലപ്മെന്റുകൾ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ത്യയിലെ വെരി ഫസ്റ്റ് ആയിട്ടുള്ള സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് ഒക്കെ നടക്കുന്നത് എവിടെയാണ്? 6ാം നൂറ്റാണ്ടിലാണ്. നമ്മൾ പൊതുവെ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം എപ്പോഴാണ്? 19ാം നൂറ്റാണ്ടിൽ റിനൈസൻസ് ഒക്കെ നടക്കുന്ന കാലം അല്ലേ? രാജാറാം മോഹൻ റോയിയെ പോലുള്ള ആൾക്കാരൊക്കെ വരുന്നൊരു കാലഘട്ടമാണ്. പക്ഷെ അതിൻ്റെയൊക്കെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇന്ത്യയിൽ ഫസ്റ്റ് ആയിട്ടുള്ള സോഷ്യോ റിലീജിയസ് റിഫോം ഡെവലപ്മെന്റുകൾ ഇവിടെ നടന്നിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഒരു മൂവ്മെന്റ് ആയിട്ട് നടന്നിട്ടില്ലെങ്കിൽ പോലും ഇവിടെ ഡെവലപ്മെന്റുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, 6th centuryയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത പറഞ്ഞാൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും എന്ത് വരികയാണ്? ഇത്തരത്തിലുള്ള ഹെറ്ററോഡക്സ് ആയിട്ടുള്ള സെക്റ്റുകൾ ഉയർന്നു. ഹെറ്ററോഡക്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികൾ, വ്യത്യസ്തമായിട്ടുള്ള ഫിലോസഫികളൊക്കെ മുന്നോട്ട് വെക്കുന്ന കാര്യം. അതാണ് ഹെറ്ററോഡക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹെറാക്ലിസ് വരുന്നു, ഗ്രീസിൽ സോക്രട്ടീസ് വരുന്നു, ചൈനയിൽ കൺഫ്യൂഷ്യസ് വരുന്നു, പേർഷ്യയിൽ സൊറാസ്ട്രർ വരുന്നു, ബാബിലോണിൽ ഇസായ വരുന്നു. ഇങ്ങനെ പല സ്ഥലങ്ങളിലും പുതിയ പുതിയ ഫിലോസഫികളുമായിട്ട് പലരും ഉദയം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് BC 6ാം നൂറ്റാണ്ട് എന്നുള്ളത്. അപ്പോൾ എന്തായിരുന്നു ഇതിനൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ട്രഡീഷനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട്, ഈ ട്രഡീഷനിൽ ഡിസ്കണ്ടന്റ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു ഇതെല്ലാം കൊണ്ടുവന്നിരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദേ വർ ക്വസ്റ്റ്യനിങ് ദ ഐഡിയ ഓഫ് സാൽവേഷൻ ആൻഡ് ദ ട്രൂത്ത്. മോക്ഷ, സത്യ, എന്താണ് സാൽവേഷൻ, എന്താണ് ട്രൂത്ത് തുടങ്ങിയിട്ടുള്ള ഫിലോസഫികളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടാണ് ഈ പറയുന്ന എല്ലാ ഫിലോസഫികളും ഉയർന്നു വന്നിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഏതായാലും നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിലും ഇതിൻ്റെ തുടർന്നിട്ടാണ് ഗാൻജറ്റിക് പ്ലെയിനിൽ പുതിയ പുതിയ ഫിലോസഫികൾ എമർജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദേ ഓൾ ഹാസ് ദ ഇന്റലക്ച്വൽ സ്റ്റിമുലേഷൻ. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലേറ്റർ ആയിട്ട് ഇവരൊക്കെ പിന്നീട് വരുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തുകൊണ്ട് ഈ റിഫോം മൂവ്മെന്റിലൂടെ ഉയർന്നു വന്നു എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നൺ ഓഫ് ദിസ് മൂവ്മെന്റ്, ഇന്ത്യയിൽ ഒരുപാട് ഫിലോസഫിക്കൽ ആയിട്ട് മൂവ്മെന്റ് 6ാം നൂറ്റാണ്ടിൽ വരുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള റിലീജിയൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്നവരായിരുന്നില്ല. അവരാരും തന്നെ ഒരു പുതിയൊരു മതം, ഒരു റിലീജിയൻ ഇവിടെ തുടങ്ങണം എന്ന ലക്ഷ്യത്തോടെ വന്നവരൊന്നുമല്ല. പക്ഷേ പിൽക്കാലത്ത് മതങ്ങളായി വന്നു എന്നുള്ളത് മറ്റൊരു ഐറണി എന്നുള്ളതാണ്. ആൻഡ് ദേ ഇൻസ്പയർഡ് ഫ്രം ദി ഉപനിഷത്തുകളിൽ നിന്നുള്ള റാഷണൽ തോട്ട്സ് വെച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ എന്താക്കിയിരുന്നത്, ഇൻസ്പയർ ചെയ്ത് വന്നിരുന്നത് എന്നുള്ളതാണ്. സോ ദേ ഡ്രോ ദ ഇൻസ്പിറേഷൻ ഫ്രം ദ ഉപനിഷത്ത് ആൻഡ് ദേ ഓൾ ഡിസ്കാർഡഡ് ദ റിച്വൽസ് ആൻഡ് ദ സാക്രിഫൈസസ്. അന്ന് നിലവിലുണ്ടായിരുന്ന എല്ലാ റിച്വൽസിനെയും സാക്രിഫൈസിനെയും ഡിസ്കാർഡ് ചെയ്തുകൊണ്ടാണ് ഈ വന്ന എല്ലാ ഫിലോസഫികളും ഉയർന്നു വന്നിരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദേ ബ്രോട്ട് സോഷ്യോ ഇക്കണോമിക്കൽ ചേഞ്ച് ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സൊസൈറ്റിയിൽ ഫോർ കോൺസിക്വൻസ് ഉള്ള, ഫോർ റീച്ചബിൾ ആയിട്ടുള്ള, ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരുപാട്
ചേഞ്ചസ് അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ആൻഡ് ദേ പ്രൊമോട്ടഡ് ഓർ ദേ ബിഹൈൻഡ് ദ പ്രോസസ് ഓഫ് ദ അർബനൈസേഷൻ. അർബനൈസേഷന്റെ പിന്നിൽ ഇവരുടെ റോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദേ വേർ എഗെയിൻസ്റ്റ് the idea of Varna, against in the sense they were questioning the idea of Varna system. Okay, അപ്പോൾ അതാണ് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹൂ വേർ ദി കാറ്റലിസ്റ്റ് ഫോർ ദി റിഫോംസ്. ആരായിരുന്നു ഈ റിഫോംസ് കൊണ്ടുവരുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാനപ്പെട്ട കാരണക്കാർ എന്നുള്ളത്. ഓർക്കുക, നമ്മൾ വേദിക് സൊസൈറ്റി പറഞ്ഞ സമയത്ത് അവസാനം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? വേദിക് സൊസൈറ്റിയിലെ, പ്രത്യേകിച്ച് ലേറ്റർ വേദിക് സൊസൈറ്റിയിലെ അന്നത്തെ ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള, റെജിഡ് ആയിട്ടുള്ള ആ ഒരു സോഷ്യൽ സെറ്റപ്പിനെതിരെയുള്ള ഡിസ്കണ്ടന്റ്, അതിനെതിരെയുള്ള റിയാക്ഷൻസ് സൊസൈറ്റിയിൽ നിന്നും ഉയർന്നു വന്നിരുന്നു എന്നുള്ളൊരു പോയിന്റ് പറഞ്ഞു നിന്നിട്ടാണ് നമ്മൾ സൊസൈറ്റി വൈൻഡപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ അന്നുണ്ടായിരുന്ന എല്ലാവരും അസ്വസ്ഥരായിരുന്നു എന്നുള്ളതാണ്. ആ അസ്വസ്ഥരായിരുന്ന ആൾക്കാർ ആരൊക്കെ ആയിരുന്നു നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവർ അസ്വസ്ഥരായിരുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പറയുന്ന ഫിലോസഫികൾ ഇവിടെ ഉയർന്നു വന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ കാരണം ബിക്കോസ് ഓഫ് ദി വർണ്ണ സിസ്റ്റം. വർണ്ണ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഫുൾ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള, ഫുൾ ക്യാവോസ് ആയിട്ടുള്ള, ബർത്ത് ആയിട്ടല്ലോ ഈ വർണ്ണ സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. ബ്രാഹ്മൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്ന ബൈ ബർത്ത് ആണ് അവർ ഡിസൈഡ് ചെയ്തിരുന്നത്. അപ്പൊ അതിൽ അസ്വസ്ഥരായിട്ടുള്ള ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ദ ക്ഷത്രിയാസ് എന്നുള്ളത്. കാരണം ഇവിടേക്ക് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കും, ദേ വേർ ദി സെക്കൻഡ് ഇൻ ദ സൊസൈറ്റി, റൈറ്റ്? ആൻഡ് ദേ ഗോ, കാരണം അന്ന് പൊളിറ്റിക്കലി അവർ പവർഫുൾ ആയി വരികയാണ്, പക്ഷേ സോഷ്യൽ പൊസിഷനിൽ അവർ സെക്കൻഡ് ആണ്. ആൻഡ് ദേ ആർ നോട്ട് റെഡി ഫോർ ദാറ്റ്. ഓക്കെ, ദെൻ സെക്കൻഡ് റീസൺ, ദ അഗ്രേറിയൻ എക്കോണമി. അഗ്രികൾച്ചർ ത്രൈവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്താവുകയാണ്, അവിടെ ത്രൈവ് ചെയ്ത് വരികയാണ് എന്നുള്ളതാണ്. അപ്പോൾ ട്രേഡ് ആൻഡ് കൊമേഴ്സ് ത്രൈവ് ചെയ്യുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആയിട്ടുള്ള ടീമായിരുന്നു വൈശ്യാസ് എന്നുള്ളത്. ബട്ട് സ്റ്റിൽ അവർ വളരെയധികം വെൽത്ത് ഉണ്ടെങ്കിൽ പോലും ദേ വർ തേർഡ് ഇൻ ദി സോഷ്യൽ ഓർഡർ. ആൻഡ് വേദിക് റിച്വൽസ് ഒന്നും ഇവർക്ക് അലോ ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. ഫോറിൻ ട്രേഡും ഇവർക്ക് അലോ ചെയ്യപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. സോ നാച്ചുറലി ദേ വർ ലുക്കിംഗ് ഫോർ ദി ആൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്. ആൻഡ് വാട്ട് അബൌട്ട് ദ ശൂദ്രാസ്? They were just like a labor class. So they also wanted for the better options. So അതുകൊണ്ട് തന്നെ ഒരു പുതിയൊരു ഫിലോസഫിക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാവരും they were waiting. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലേക്കാണ് ഇത്തരത്തിലുള്ള ഫിലോസഫികൾ ഉയർന്നു വരുന്നത് എന്നുള്ളതാണ്. ആൻഡ് അയൺ ഓൾസോ, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഈ കാലങ്ങളിൽ ഒരുപാട് ടൗൺസുകൾ, അർബൻ സെന്ററുകൾ ഉയർന്നു വന്നു ബിക്കോസ് ഓഫ് ദി അയൺ ഇൻട്രഡക്ഷൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണല്ലോ. ദെൻ യു ക്യാൻ സീ ദ റോൾ ഓഫ് ദി ഓർഗനൈസ്ഡ് ഗിൽഡ്. ഈ ഗിൽഡുകളുടെ ഒരു റോൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരുപാട് ഗിൽഡുകൾ ഈ കാലഘട്ടം ആകുമ്പോഴേക്ക് ഉയർന്നു വരുന്നുണ്ട്, വളരെ പവർഫുൾ ആയിട്ടുള്ള. ബട്ട് സൊസൈറ്റിയിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ പൊസിഷനോ കിട്ടിയിരുന്നില്ല. ആൻഡ് ദേ ഓൾസോ ലുക്കിംഗ് ഫോർ ദാറ്റ്. Then what about the rural areas? റൂറൽ ഏരിയയിലും ഇതുപോലെ ഒരുപാട് ചേഞ്ചുകൾ വരുന്നുണ്ട്. ഗൃഹപതികൾ പെസന്റ് പ്രൊപ്പർട്ടേഴ്സ് ആയിട്ട് കടന്നു വരുന്നു. അതായത് ആ വില്ലേജുകളിലെ ഹെഡായിട്ട് വരികയാണ്. പക്ഷെ വില്ലേജിലെ ഹെഡ് ആരാണ്? ശൂദ്രാസ് ആണ് എന്നുള്ളതാണ്. പക്ഷെ വില്ലേജിലെ ഹെഡാണ്. പക്ഷെ വർണ്ണ സിസ്റ്റം നോക്കുന്ന സമയത്ത് അവരെന്താണ്? ലോവർ വർണ്ണയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഓർഡിനറി പീപ്പിൾ, they are not ready to adjust with the changes. So in this context, the Buddhism and Jainism has given a more simple way of life, and they use the language of the common people. And you can see that there is a role of the teachers and the preachers. അപ്പോൾ ജനങ്ങളെ കൂടുതൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന, അല്ലെങ്കിൽ കോമൺ പീപ്പിളിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റവുമായിട്ട് ബുദ്ധിസം പോലെയുള്ള, ജൈനിസം പോലെയുള്ള ഫിലോസഫികൾ ഉയർന്നു വരികയാണ് എന്നുള്ളതാണ്. ആൻഡ് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഭാഷയും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. കാരണം അന്നത്തെ ബ്രാഹ്മണിക്കലായിട്ടുള്ള റിലീജിയൻ മുന്നോട്ട് വെച്ച ലാംഗ്വേജ് എന്ന സംസ്കൃതമാണ്, സാധാരണക്കാരുടെ ഭാഷയായിരുന്നില്ല അത് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് എന്താണ് ഈ ടെക്സ്റ്റുകളിൽ പറയുന്നതെന്നും എന്ത് ലാംഗ്വേജ് ആണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇവർക്ക് അറിയില്ല. ബ്രാഹ്മിൻസ് എന്താണോ പറയുന്നത് അതാണ് ഇവർ വിചാരിക്കുന്നത്, അതാണ് ടെക്സ്റ്റിലുള്ളത്. ദേ ആർ നോട്ട് അവെയർ അബൌട്ട് ദ ടെക്സ്റ്റ് ബിക്കോസ് ഓഫ് ദി ലാംഗ്വേജ്. ബട്ട് the Buddhism and the Jainism, they talk with the people with the language of their own. അവർക്ക് മനസ്സിലാകുന്ന അവരുടെ ഭാഷയിലാണ് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കുറച്ചും കൂടെ
ജനങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുക, കംഫർട്ട് ആയിട്ടുള്ള ഒരു ഫിലോസഫി ആയിരുന്നു ഈ പുതിയ ഫിലോസഫികൾ എല്ലാം എന്നുള്ളത്. ഓക്കെ, and you can see why the women are more connected with the new philosophy, because Vedic society discard ചെയ്തിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് അഥവാ ബുദ്ധിസം, ജൈനിസം ഒക്കെ, പ്രത്യേകിച്ച് ബുദ്ധിസം വുമൻസിന് കൊടുത്ത ആ ഒരു സ്പേസ് ആയിരുന്നു ഇവരെ ഇതിലേക്ക് കൂടുതലായിട്ട് ആകർഷിച്ചിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അതിലെ ഫസ്റ്റ് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. എന്തുകൊണ്ട് ഈ 6-ാം നൂറ്റാണ്ടിൽ ഇത്തരത്തിലുള്ള ഫിലോസഫികൾ ഉയർന്നു വന്നു എന്നുള്ളതും ആ ഫിലോസഫികൾ ഉയർന്നു വരുന്നതിന് പിന്നുണ്ടായിരുന്ന കാരണക്കാരായിരുന്നു, ഡിഫറെന്റ് ആയിട്ടുള്ള റോൾസ് അവർ പ്ലേ ചെയ്തിരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് സെഗ്മെന്റ് ആയുള്ള ജൈനിസത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. സോ ഈ ഒരു ആസ്പെക്റ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ജൈനിസം 6-ാം നൂറ്റാണ്ടിൽ ഒറിജിൻ ചെയ്തു എന്നും, അവിടെ ദ സ്റ്റോറി ഓഫ് തീർത്ഥങ്കര ആൻഡ് വർദ്ധമാന മഹാവീര, തീർത്ഥങ്കര എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചും വർദ്ധമാന മഹാവീരനെ കുറിച്ചും നമ്മൾ വളരെ ബ്രീഫായിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് വിൽ ടോക്ക് അബൌട്ട് ദ ടീച്ചിങ്സ് ഓഫ് ദ ജൈനിസം, ആൻഡ് വിൽ ടോക്ക് അബൌട്ട് ഹൗ ദ ജൈനിസം സ്പ്രെഡ്, ആൻഡ് എങ്ങനെയാണ് ഈ ജൈനിസം സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നത്. Then we'll talk about the literature in the Jainism, and we'll talk about how the Jainism has been declined and what was the impact in 21st century. ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഏരിയകൾ എന്നുള്ളത് in UPSC perspective. ഓക്കെ, സോ ജൈനിസത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ, ജൈനിസത്തിന്റെ ഒറിജിൻ ഇന്നും ഒരു മിസ്റ്ററി ആയിട്ട് അവശേഷിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, കാരണം ജൈനിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഒറിജിൻ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ വി ക്യാൻ സീ ദ മിസ്റ്ററി, ഐ മീൻ ദ ഒറിജിൻ മൂവ് ബാക്ക് ടു ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇൻഡസ് വാലിയിലേക്ക് വരെ ജൈനിസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളത് ചില സയൻസ് ആൻഡ് സിമ്പിൾസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് ബോധ്യപ്പെടും. ജൈനിസത്തിൽ നമ്മൾ കാണുന്ന പല സയൻസ് ആൻഡ് സിമ്പിൾസും ഇൻഡസ് വാലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബട്ട് വി കനോട്ട് സേ ദാറ്റ് maybe the Tirthankara will be there in the Indus Valley people also. We don't know, but still we can assume. And it was a Shramanic religion. And the Shramanic religion എന്ന് പറഞ്ഞാൽ, Shramanic religion എന്ന് പറഞ്ഞാൽ, Shramana means a Gnostic order monk. ഒരു ഈസ്റ്റിക് ലൈഫോട് കൂടിയിട്ടുള്ള, മോങ്ക് ലൈഫോട് കൂടി സന്യാസ ജീവിതം എന്നൊക്കെ നമുക്ക് പറയാറുണ്ടല്ലോ. മിസ്റ്റിസം, മെഡിറ്റേഷനും അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യത്തിൽ അവിടെ ഡെഫിനേഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതിനെയാണ് നമ്മൾ ശ്രാമണിക് എന്ന് പറയുന്നത്. ശ്രാമണിക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഓർഡറോട് കൂടിയിട്ട് ഒരു മോങ്ക് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള മൊണാസ്റ്റിക് ആയിട്ടുള്ള ലൈഫോട് കൂടി മുന്നോട്ട് പോകുന്ന റിലീജിയൻ ആയിരുന്നു എന്നുള്ളതാണ്. And it is said that Rishabhadeva is the first Tirthankara. Okay, ഇതിന്റെ ഫസ്റ്റ് തീർത്ഥങ്കര. തീർത്ഥങ്കര എന്ന് പറഞ്ഞാൽ the people who had attained all knowledge or moksha, മോക്ഷം കിട്ടിയിട്ടുള്ള വ്യക്തികൾക്കാണ് നമ്മൾ പൊതുവെ തീർത്ഥങ്കര എന്ന് പറയുന്നത്. ഡീറ്റെയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജൈനിസത്തെ കുറിച്ച് പറയുമ്പോൾ 6-ാം നൂറ്റാണ്ടിലാണത് ഒരു ലൈം ലൈറ്റിലേക്ക് വരുന്നത്, മെയിൻ സ്ട്രീമിലേക്ക് കടന്നു വരുന്നത് 6-ാം നൂറ്റാണ്ടിലാണ്, പ്രത്യേകിച്ച് മഹാവീരന്റെ വരവോട് കൂടിയിട്ടാണ് എന്നുള്ളതാണ്. സോ ദ വേർഡ് ജൈൻ derived ഫ്രം ദ ജീന ഓർ ജീന, കോൺകർ എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വഴിയെ പോകുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായിരുന്നു ജൈനിസത്തിന്റെ ഒരു ഉയർന്നു വരാനുള്ള കാരണം? നമുക്കൊന്ന് നേരത്തെ പറഞ്ഞ കാര്യത്തെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഹിന്ദുയിസം കൂടുതൽ റിജിഡ് ആയിട്ട് വരുന്നു, വളരെ ഓർത്തഡോക്സ് ആയിട്ട് വരുന്ന ഹിന്ദുയിസം വളരെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ബ്രാഹ്മൺസിന്റെ അപ്രമാദിത്വം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. അതാണ് ഒരു റീസൺ എന്നുള്ളത്. ദെൻ വർണ്ണ സിസ്റ്റം, സൊസൈറ്റിയെ 4 ക്ലാസ്സുകളായിട്ട് ബർത്ത് ബേസ് ചെയ്തുകൊണ്ട് 2 ഹയർ വർണ്ണാസിന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടാകുന്നു, ഒരുപാട് പ്രിവിലേജ് ഉണ്ടാകുന്നു, ബാക്കിയുള്ളവർക്ക് ഉണ്ടാകുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഡിവിഷൻ സൊസൈറ്റിയിൽ സംഭവിക്കുകയാണ്, ഡിസ്ക്രിമിനേഷൻ സംഭവിക്കുകയാണ്. ആൻഡ് ദ പീപ്പിൾ ആർ നോട്ട് ഹാപ്പി വിത്ത് ദാറ്റ്. And the Kshatriyas reaction against the dominance of the Brahmins. Brahmins dominant ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ അവർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. And the spread of the new agriculture economy, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. The Brahmins strict regulation on some economic activities. For example, foreign trade അവർ അലോ ചെയ്തിരുന്നില്ല, മണി ലെൻഡിങ്ങിനെ അവർ അലോ ചെയ്തിരുന്നില്ല. And the last but not the least, Jain teaching primary emphasis on the personal training. പേഴ്സണൽ ട്രെയിനിങ്ങിനെയാണ് അവർ കൂടുതലായിട്ട് എംഫസൈസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ദേ തോട്ട് ദാറ്റ് ദ സാൽവേഷൻ ഈസ് അറ്റൈനബിൾ ടു എനിവൺ വില്ലിംഗ് ടു ലേൺ ഇറ്റ്. സാൽവേഷൻ എന്നുള്ളത് ആർക്കും സാധ്യമാകുന്ന കാര്യമാണ്.
നിങ്ങൾക്ക് അവിടെ ഒരു ഇന്റർമീഡിയറ്റിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അതിന് ഒരു ഓഫറിങ്സിന്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് അതിന് റിച്വലിസ്റ്റിക് ആയിട്ട് പോവേണ്ട ആവശ്യമില്ല. ആര് അതിനു വേണ്ടി പരിശ്രമിക്കുന്നുവോ അവർക്കത് കിട്ടുമെന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ടാണ് ജൈനിസം മുന്നോട്ട് വരുന്നത് എന്നുള്ളതാണ്. സോ അതുകൊണ്ടാണ് ദേ സ്ട്രെസ്ഡ് ഓൺ ദി പേഴ്സണൽ എഫേർട്ട് ആൻഡ് ദ പ്രാക്ടീസ്, നോട്ട് ദ തിയററ്റിക്കൽ സ്പെക്കുലേഷൻ. ഈ ബ്രാഹ്മണിക്കൽ റിലീജിയൻ പറയുന്ന പോലെ തിയററ്റിക്കൽ ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചല്ല അവർ പറയുന്നത്. അധ്വാനിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ, then you will achieve it. ആ ഒരു കാര്യമാണ് ജെയിൻ ടീച്ചിങ്സിലൂടെ പ്രധാനമായിട്ട് ഒരു സ്ട്രെസ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ ജനങ്ങൾക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് ഫീൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞൊരു പോയിന്റിൽ നിന്ന് അവസാനത്തെ ഒരു പോയിന്റ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വരുന്നത്. സോ ജൈനിസത്തിന്റെ ഒറിജിൻ നമ്മൾ സമപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിന്റെ ഒറിജിൻ മിസ്റ്ററി ആയിട്ടാണ്. ഋഗ്വേദത്തിൽ നമുക്ക് ഋഷഭയെ കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് തീർത്ഥങ്കര നമ്മൾ പറഞ്ഞു. തീർത്ഥങ്കര ഫോർട്ട് ഫൈൻഡർ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, ജെയിൻ പാട്രിയാർക്സ് അല്ലെങ്കിൽ ജെയിൻ സിസ്റ്റത്തിൽ നമ്മൾ പ്രൊഫറ്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, പ്രവാചകന്മാർ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പരിച്ഛേദമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, 24 തീർത്ഥങ്കരമാർക്കുള്ള റെഫറൻസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 23 അതിലെ 24 അതിൽ ഒന്നാമത്തെ ആള് ഋഷഭയാണ്. 23 ഇതിൽ ബോൾഡ് ചെയ്തിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. ഋഷഭ, അതുപോലെ തന്നെ 19 മല്ലി. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. ജൈനിസത്തിലെ ഡിഫറെന്റ് സെക്റ്റുകൾ ഡിഫറെന്റ് കൺസെപ്റ്റ് ആണ്. മല്ലി എന്നുള്ളത് പുരുഷനാണെന്ന് പറയുന്നവരുണ്ട്, മല്ലിനാഥ എന്നുള്ള പേരിൽ. അല്ല, മല്ലി എന്നുള്ളത് സ്ത്രീയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദെൻ 23ാമത്തെ വ്യക്തിയാണ് പരശ്വനാഥ എന്നുള്ളത്. 24 നമ്മുടെ മഹാവീര എന്നുള്ളത്. ഓക്കെ, ഋഷഭ, പരശ്വനാഥ, മഹാവീര. In between we have the Malli or Mallinatha. Okay. ഇവിടെ നമുക്ക് ഹിസ്റ്റോറിക്കലി നമുക്ക് ആകെ ഉള്ളത് 3 ആളെ കുറിച്ച് മാത്രമേ നമുക്ക് പറയാൻ പറ്റുന്നുള്ളൂ. ഒന്നാമത്തെ ഫസ്റ്റ് തീർത്ഥങ്കരനായിട്ടുള്ള ഋഷഭ, 23ാമത്തെ ആൾക്കാരനായിട്ടുള്ള പരശ്വനാഥ്. ഈ പരശ്വനാഥിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം. 23ാമത്തെ തീർത്ഥങ്കരനായിട്ടുള്ള പരശ്വനാഥ എന്നുള്ളത് മഹാവീരന്റെ ഒരു 250ഓളം വർഷം മുമ്പ് ജീവിച്ച വ്യക്തിയാണ്. ഈ വ്യക്തി ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സംഘ എന്നുള്ള പേരിൽ ഒരു ഓർഡർ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിരുന്നു. ഈ ഓർഗനൈസേഷനിലെ മെമ്പർ ആയിരുന്നു മഹാവീരന്റെ അച്ഛനും അമ്മയും എന്നുള്ളതാണ്. ദ പോയിന്റ് ഈസ്, വർദ്ധമാന മഹാവീരനെ ഓൾറെഡി അറിയാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി വാസ് വെൽ കണക്റ്റഡ് വിത്ത് ദി ജെയിൻ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ജെയിൻ പ്രിൻസിപ്പിൾസുമായിട്ട് കൃത്യമായിട്ടുള്ള കണക്ഷൻ ഉള്ള ഒരു ഫാമിലിയിലാണ് വർദ്ധമാന മഹാവീരൻ എന്താകുന്നത്, ജനിക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദ ലാസ്റ്റ് ദറ്റ് ഈസ് വർദ്ധമാന മഹാവീര. വർദ്ധമാന മഹാവീരനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, സോ വർദ്ധമാന മഹാവീരനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു അറ്റ് എ ഗ്ലാൻസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹി ബോൺ അറ്റ് കുണ്ടഗ്രാമ ഇൻ നിയർ വൈശാലി ഇൻ ബീഹാർ, ബിലോങ് ടു ദി ജാന്ത്രിക ക്ലാൻ വിച്ച് വാസ് എ ക്ഷത്രിയ. അപ്പോൾ ബേസിക്കലി അദ്ദേഹം ക്ഷത്രിയനായിരുന്നു എന്നുള്ളതാണ്. 30ാം വയസ്സിൽ അദ്ദേഹം വീട് വിട്ടു പോവുകയാണ്. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് എത്തിച്ച കൈവല്യ എന്നുള്ളത് 42ാമത്തെ വയസ്സിൽ. സോ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ സുപ്രീം നോളജ് ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഫസ്റ്റ് സെർമൺ പാവയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്നു. ദെൻ കോശല, മഗധ, മിഥില, ശ്രാവഷ്ടി, ചമ്പ, വൈശാലി തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ മിഷൻസിനെ അയക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. 72ാമത്തെ വയസ്സിൽ ബീഹാറിലെ പാവൂരിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സമാധി നടക്കുന്നത് എന്നുള്ളതാണ്. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഗ്ലാൻസ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അറ്റ് എ ഗ്ലാൻസിൽ പറയുകയാണെങ്കിൽ, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, വർദ്ധമാനിൽ നിന്ന് മഹാവീരനിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അതാണ് നമ്മൾ കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്. അപ്പോൾ ഈ കൊട്ടാരത്തിൽ നിന്നും എന്തുകൊണ്ട് അദ്ദേഹം ലോക സുഖങ്ങളൊക്കെ ത്യജിച്ചുകൊണ്ട് ഒരു മിസ്റ്റിക് ലൈഫിലേക്ക് അദ്ദേഹം മാറി, അല്ലെങ്കിൽ ഒരു മൊണാസ്റ്റിക് ലൈഫിലേക്ക് അദ്ദേഹം മാറി എന്നത്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണം 30ാം വയസ്സിലാണ് അദ്ദേഹം എന്താകുന്നത്, റീതിങ്ക് ചെയ്യുന്നത് ലൈഫിനെ കുറിച്ച്. സോ 30 മുതൽ 32 വയസ്സ് വരെ അദ്ദേഹം അലയുകയാണ്. അങ്ങനെയാണ് അദ്ദേഹം നേരത്തെ നമ്മൾ പറഞ്ഞ പരശ്വനാഥന്റെ ഓർഗനൈസേഷനിൽ എത്തിച്ചേരുന്നത്. പക്ഷെ അദ്ദേഹം അവിടെ നിന്ന് പിന്നെ വീണ്ടും മനസ്സിലാക്കുന്നു ഇവിടെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളത്. അഗെയിൻ 32 മുതൽ 42 വരെ വയസ്സിലോ വീണ്ടും 10 വർഷത്തെ നിരന്തരമായ അയച്ചിലാണ്.
ഈ ഒരു അലച്ചിലാണ് അദ്ദേഹം ആദ്യത്തെ 6 വർഷം അന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഫിലോസഫർ ആയിട്ടുള്ള ഗൊസാല മസ്കാരി പുത്ര എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ഒരു ഫിലോസഫറാണ്. അജൈവിക സെക്ട്, നമുക്ക് അജൈവിക സെക്ടിനെ കുറിച്ച് പിന്നീട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ അജൈവിക സെക്ടിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ഗൊസാല മസ്കാരി പുത്രയുടെ ശിഷ്യനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ വീണ്ടും അദ്ദേഹത്തിന്റെ ഓർഡറിൽ നിന്നും അദ്ദേഹം സ്വന്തമായിട്ട് റിസൈൻ ചെയ്ത് പോവുകയാണ്. വീണ്ടും നിരന്തരമായ യാത്രകളാണ്. ഫൈനലി അദ്ദേഹം നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചാണ് പോകുന്നത്, ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് പോകുന്നത്. 42-ാമത്തെ വയസ്സിൽ അദ്ദേഹം എന്താവുകയാണ്, കൈവല്യ നേടുകയാണ്. വിച്ച് ഇസ് ദ പെർഫെക്റ്റ് നോളജ്. നേരത്തെ നമ്മൾ പറഞ്ഞതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് ആണ്. ഓക്കെ. ദെൻ 42 മുതൽ 72 വയസ്സ് വരെയുള്ള 30 വർഷം അദ്ദേഹത്തിന്റെ ഒരു പ്രീച്ചിങ് ടൈമാണ്. അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഈ ഒരു വെളിപാടുകൾ, ജ്ഞാനങ്ങൾ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു ടൈമാണ്. സോ അങ്ങനെ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സെർമൺ രാജ്യങ്ങളിൽ വെച്ചുകൊണ്ട് നടക്കുകയാണ്. Then he taught or he spoken to the people in Ardha Magadhi. പ്രാകൃതന്റെ ഒരു ഈസ്റ്റേൺ ഡയലക്റ്റ് ആണ്. അപ്പോൾ പ്രാകൃത ലാംഗ്വേജിലാണ്, അഥവാ പ്രിസൈസ്ലി സേ അർദ്ധ മഗധി ലാംഗ്വേജിലാണ് അദ്ദേഹം ജനങ്ങളോട് സംസാരിച്ചിരുന്നത് എന്നുള്ളതാണ്. മീൻവൈൽ ഹി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ജെയിൻ സംഘ. നേരത്തെ പരശുനാഥ് സ്റ്റാർട്ട് ചെയ്ത ജെയിൻ സംഘയെ അദ്ദേഹം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തു എന്നുള്ളതാണ്. വേർ യു ക്യാൻ സീ ദ ഫീമെയിൽ വർഷിപ്പർ ആസ് വെൽ ആസ് ദി പത്മാവതി എന്നുള്ളത്. അപ്പോൾ ഫീമെയിൽസിന് എൻട്രി തുടക്കത്തിൽ തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്നുള്ളതാണ്. ഓക്കെ. അപ്പം അങ്ങനെയാണ് അദ്ദേഹം ജൈന എന്നുള്ള പേരൊക്കെ സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ അർഹത് എന്നുള്ള പേരും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാപ്പിനെസ്സിനെയും മിസറിയെയും ഒക്കെ കോൺകർ ചെയ്തിട്ടുള്ള, അതിജയിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ അർഹത് എന്നുള്ള ടേംസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് ഹി ഡൈഡ് ഇൻ 72. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത്. ഓക്കെ. ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് വാട്ട് ആർ ദ ടീച്ചിങ്സ് ഓഫ് ജൈനിസം. ജൈനിസത്തിലെ പ്രധാനപ്പെട്ട ടീച്ചിങ്സ് അല്ലെങ്കിൽ മഹാവീരന്റെ പ്രധാനപ്പെട്ട ടീച്ചിങ്സ് എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് രത്നാത്രയ അഥവാ 3 gems എന്നുള്ളൊരു കോൺസെപ്റ്റ്. എന്താണ് 3 gems നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തത് ത്രിരത്ന അല്ലെങ്കിൽ 3 gems. റൈറ്റ് ഫെയ്ത്ത്, സമ്യക് ദർശന, റൈറ്റ് കണ്ടക്ട്, സമ്യക് ജ്ഞാന, റൈറ്റ് നോളജ്, സമ്യക് ചരിത്ര. അപ്പോൾ ശരിയായ വിശ്വാസം, ശരിയായ സ്വഭാവം, ശരിയായ അറിവ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് വിശാലമായൊരു കോൺസെപ്റ്റാണ്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കുക. ഇത് ശരിക്ക് ഇന്റർചേഞ്ച് ആട്ടോ വേണ്ടത്. റൈറ്റ് നോളജ് എന്ന് പറഞ്ഞാൽ സമ്യക് ജ്ഞാനയാണ്, റൈറ്റ് കണ്ടക്ട് എന്ന് പറഞ്ഞാലാണ് സമ്യക് ചരിത്ര എന്നുള്ളത്. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഒരു ത്രിരത്ന കിട്ടണം എന്നുണ്ടെങ്കിൽ വൺ ഹാസ് ടു ബി ഫോളോ പഞ്ച് മഹാവ്രത. മഹാവ്രതങ്ങൾ അനുഷ്ഠിച്ചാൽ മാത്രമേ ഈ ഒരു എന്താ പറയുക ത്രിരത്ന 3 gems അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ത്രിരത്ന എന്നുള്ളത് എന്താണ്? മോക്ഷത്തിലേക്കുള്ള ഒരു വഴിയാണ്. ഒരാൾക്ക് സാൽവേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങളും ലൈഫിൽ എന്താകണം? അനുഷ്ഠിക്കണം അല്ലെങ്കിൽ പാലിക്കണം. അത് പാലിച്ചാൽ മാത്രമേ സാൽവേഷൻ കിട്ടുള്ളൂ. അപ്പൊ സാൽവേഷൻ എന്നാണ് ഇതൊക്കെ തുടക്കം. മോക്ഷം എങ്ങനെ കിട്ടും, അതിലേക്കാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് ആണ് ജൈനിസം പറയുന്നത്. ഒരു മോക്ഷം ഒരാൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ത്രിരത്ന എന്നുള്ളൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ത്രിരത്ന കൃത്യമായിട്ട് അടിയുറച്ച് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അത് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 മഹാവ്രത അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എടുക്കണം. എങ്കിൽ മാത്രമേ ഇതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഈ പഞ്ച് മഹാവ്രത? അതാണ് നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യേണ്ടത്. ജൈനിസത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ദ 5 great vows അല്ലെങ്കിൽ പഞ്ചമഹാവ്രത. ഒരാൾ യഥാർത്ഥ ജൈനനാവണം എന്നുണ്ടെങ്കിൽ ഈ 5 പ്ലഡ്ജും അദ്ദേഹം ലൈഫിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതാണ്. ഒന്നാമത്തെ കോൺസെപ്റ്റ് നോൺ വയലൻസ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഈ പഞ്ചമഹാവ്രത പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ജൈനിസത്തിൽ ഇനി പറയാൻ പോകുന്ന 5 കാര്യം അതിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ നിന്ന്, ആബ്സല്യൂട്ട് സെൻസിൽ നിന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, നോക്കൂ നിങ്ങൾ. ഒന്നാമത്തെ കാര്യം എന്താണ്? നോൺ വയലൻസ്, അഹിംസ. അഥവാ ഒരു തരത്തിലുള്ള വയലൻസും ആര് പ്രൊമോട്ട് ചെയ്യുന്നില്ല ജൈനിസം മുന്നോട്ട്. ഒരു അൾട്രാ അഹിംസാവാദം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ജൈനിസം എന്താകുന്നത്? ഈവൻ ദേ prohibited the practice of war and agriculture. കാരണം വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സമയത്ത് ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം നടത്തേണ്ടി വരും, അഥവാ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ചിലപ്പോൾ യുദ്ധം നടത്തേണ്ടി വരും. പക്ഷെ അതുപോലും ജൈനിസം ഡിനൈ ചെയ്യുകയാണ്. നോക്കൂ നിങ്ങൾ, അഗ്രികൾച്ചർ അവർ എന്താകുന്നില്ല, പ്രൊമോട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണ്?
ഇൻസെക്റ്റുകൾ ഉണ്ടാവും ഇല്ലേ? ലാൻഡിൽ ഒരുപാട് ഇൻസെക്റ്റുകൾ ഉണ്ടാവും, ബാക്ടീരിയകൾ ഉണ്ടാവും, അതൊക്കെ ജീവനുള്ള. അപ്പൊ ജീവനുള്ള ഒന്നിനെയും കൊല്ലാൻ പാടില്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ജെയിനിസം കൂടുതലായിട്ട് മെർക്കൻറ്റൽ ആക്ടിവിറ്റീസിൽ അവർ ഇൻവോൾവ് ചെയ്യാനുള്ള കാരണം എന്നുള്ളത്. ഈവൻ ഒരു ജെയിനിസത്തിലെ ഒരു എക്സ്ട്രീം സെൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ യു കനോട്ട് പ്ലക്ക് ഈവൻ ദി വെജിറ്റബിൾസ് പോലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, കഴിക്കാൻ പറ്റില്ല വിത്തൗട്ട് ദ പെർമിഷൻ. നിങ്ങൾ ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ തക്കാളി ചെടിയിൽ നിന്നും തക്കാളി പറിക്കണം എന്ന് വിചാരിക്കുക. സോ യു നീഡ് ടു ആസ്ക് ദ പെർമിഷൻ ഫസ്റ്റ്. നിങ്ങൾ തക്കാളി ചെടിയോട് ചോദിക്കുക, തക്കാളി ചെടി എനിക്കൊരു തക്കാളി വേണം, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു തക്കാളി പറിക്കുന്നു. അപ്പോൾ ആ പെർമിഷൻ വാങ്ങിയിട്ട് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തക്കാളിയും. നിങ്ങൾ ഒരു പൂ പറിക്കണം എന്ന് വിചാരിക്കുന്നു, നിങ്ങൾ റോസിൻ്റെ അടുത്ത് ചെല്ലുന്നു, റോസിനോട് സമ്മതം പറയുന്നു, എന്നിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, റോസിൽ നിന്നും റോസാപ്പൂവിനെ നിങ്ങൾ ഇടർത്തി മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ അത്രത്തോളം ഉള്ളൊരു അഹിംസ കോൺസെപ്റ്റ് ആണ് ഈ നോൺ വയലൻസ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ കാര്യം ട്രൂത്ത്, സത്യം എന്നുള്ളത് വിശാല അർത്ഥത്തിലാണ്. അതായത് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള സത്യം പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് സത്യം തന്നെയായിരിക്കും, പക്ഷെ വേറെ ഉള്ളത് വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഐ ഹാവ് ടു കീപ് സൈലന്റ്. അതാണ് ജൈനിസം പറയുന്നത്. അപ്രിയ സത്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ. മൂന്നാമത്തത് നോൺ സ്റ്റീലിംഗ്, അസ്തേയ. അതായത് ഒരാളുടെ ആവശ്യത്തിൽ കൂടുതലുള്ള ഒരു കാര്യവും എടുക്കാൻ പാടില്ല എന്നാണ് അസ്തേയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ കക്കുക എന്നത് മാത്രമല്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് 100 രൂപ മതി ഒരു ദിവസം ജീവിക്കാൻ എന്നുള്ളതെങ്കിൽ ഞാൻ 101 രൂപ എടുക്കുന്നുണ്ടെങ്കിൽ അതെന്താണ്, ആ 1 രൂപ വേറെ ഏതോ ഒരാൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട പൈസയാണ്. അപ്പൊ അതാണ് ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്ക് 1000 രൂപയാണെങ്കിൽ 1000 രൂപ നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ ഒരു ദിവസം. 1,00,000 ആണെങ്കിൽ 1,00,000 നിങ്ങൾ എടുക്കാൻ പാടുള്ളൂ. കാരണം ആൾക്കാർക്കനുസരിച്ച് മാറല്ലോ. കോൺസെപ്റ്റ് മനസ്സിലായിരിക്കുന്നു. നാലാമത്തെ കാര്യമാണ് അപരിഗ്രഹക എന്നുള്ളത്, നോൺ പൊസഷൻ നോൺ അറ്റാച്ച്മെന്റ് എന്നുള്ളത്. അതായത് അനാവശ്യമായി പൊസഷൻ ഇല്ലാതിരിക്കുക എന്നുള്ളത്. പ്രോപ്പർട്ടിയുമായിട്ടും വസ്തുക്കളുമായിട്ടും നമ്മളുള്ള അനാവശ്യമായിട്ടുള്ള അറ്റാച്ച്മെന്റ്, അതാണ് അപരിഗ്രഹക എന്നുള്ളത്. അല്ലാതെ അന്യൻ്റെത് എടുക്കുക എന്ന് മാത്രമല്ല, അനാവശ്യമായിട്ടുള്ള പൊസഷനിങ് ആണ് പറയുന്നത്. ദെൻ 5th വൺ ആണ് സെലിബസി അല്ലെങ്കിൽ ചാസ്റ്റിറ്റി എന്നുള്ളത്, ബ്രഹ്മചര്യ എന്ന് പറയും. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ ഭാഗികമായിട്ട് ബ്രഹ്മചര്യം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സർട്ടൻ ഏജ് കഴിഞ്ഞതിന് ശേഷം. അതല്ല ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ടുള്ള സെലിബസി അല്ലെ പൂർണ്ണാർത്ഥത്തിലുള്ള ബ്രഹ്മചര്യമാണ്. ഈ ഒരു 5ാമത്തെ കാര്യം ആരെ ആഡ് ചെയ്തതാണ്? മഹാവീരൻ ആഡ് ചെയ്താണ്. ബാക്കിയുള്ള 4 കോൺസെപ്റ്റും മഹാവീരന് മുമ്പ് തന്നെ ജെയിനിസിലുണ്ട്. ഈ 5ാമതായിട്ടുള്ള സെലിബസി എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ആര് കൊണ്ടുവന്നത്? മഹാവീരൻ കൊണ്ടുവന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് പഞ്ച് മഹാവ്രത എന്ന് ജെയിനിസത്തിൽ പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന്. ഓക്കെ, അപ്പൊ ഇതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം. ജെയിനിസം ഇവിടുന്ന് അങ്ങോട്ടാണ് എന്താക്കുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. Okay.